പ്രൈസ് ഗോഡ്. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലമാണ് ഞങ്ങളായിരിക്കുന്നത്. ഞാൻ സോ എക്സൈറ്റഡ്. റീസൺ ഒത്തിരി 25 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഡാലസിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഇന്ന് പകലായിരിക്കുന്നു മീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് COTR എന്ന തിയോളജിക്കൽ സെമിനാരിയിൽ ഒരുമിച്ച് പഠിച്ചു. ആ അനുഭവങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. പഠിക്കുന്ന സമയത്തെ വളരെയധികം ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു പേഴ്സണലി ഞങ്ങൾ ഒത്തിരി ക്ലോസ്ഡ് ആയിരുന്നു. അതിനേക്കാളുപരി എന്നെ അസൈൻമെൻ്റ് എഴുതാൻ ഒത്തിരി സഹായിച്ച, കൺക്ലൂഷനും ഇൻട്രൊഡക്ഷനും ഒക്കെ എഴുതി തന്ന് എന്നെ സഹായിച്ച ബ്രദർ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ഷിജു, ഞങ്ങൾ ഷിജു എന്നുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എനിവേ ഈസ് ബിഗ് പാസ്റ്റർ നൗ. അപ്പം നമുക്ക് ഒരുമിച്ച്, എനിക്ക് തോന്നുന്നു പാസ്റ്റർ പറഞ്ഞ പോലെ 25 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ബന്ധമാണ് നമുക്ക്. അന്ന് നമ്മൾ എല്ലാം തുടക്കക്കാരായിരുന്നു അല്ലേ, ചെറുപ്പക്കാര്. വളരെ വലിയൊരു അനുഭവത്തിൻ്റെ എന്ന് പറയുന്ന ഒരു കലവറയിൽ നിന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നു പാസ്റ്റർ ഷിജുവിനെ COTRൽ ആദ്യമായിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നത് അവിടെ ഒരു മരത്തിൻ്റെ താഴെ. നമ്മുടെ COTR നടുക്കൊരു വേപ്പ് മരം ഉള്ളവർക്കൊന്നോ, അവിടെ നിൽക്കുന്ന ഒരു മലയാളി പയ്യനാണെന്ന് പറഞ്ഞു. പേര് ചോദിച്ചപ്പം ഷിജു എസ് നായർ. എനിക്ക് അത് കേട്ടപ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ്. കാരണം ഒരു നായർ ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം എടുത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ COTRൽ ഒരു പഠിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അടുക്കുവാനുള്ള ഒരു ആകാംക്ഷ തന്നെ ഉണ്ടായിരുന്നു. വന്നു തുടങ്ങിയ നമ്മുടെ ഒരു ബന്ധമായിരുന്നു അല്ലേ. അന്ന് ഞാൻ സീനിയർ ആയിരുന്നു എങ്കിൽ തന്നെയും നമ്മൾ ഇടയ്ക്ക് നമ്മൾ തമ്മിൽ ഒരു ചെറിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. എനിവേ അതിനുശേഷം നമ്മളിപ്പോൾ കണ്ടുപിടുന്ന 25 വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലേ വലിയൊരു യാത്ര, ഒരു ഗ്യാപ്പ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആണെന്ന് നമുക്കറിയാമായിരുന്നു എന്തൊക്കെയാണ് ലൈഫിൽ സംഭവിച്ചതെന്നൊരു ഇതുമില്ല. എനിക്കിപ്പം 3 മക്കളുണ്ട്. എൻ്റെ ഭാര്യ ഗ്രേസ്. എൻ്റെ വിവാഹം ആക്ച്വലി 2002 COTRൽ നിന്ന് പോയതിന് ശേഷം എനിക്ക് പിറ്റേ വർഷം എൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ നേരെ അമേരിക്കയിലോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ 25 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെയാണ്. ഞങ്ങൾ ആദ്യം ഒക്ലഹോമ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 3 മക്കളുണ്ട്. എൻ്റെ 3 മക്കളും ഒക്ലഹോമയിൽ തോൾസ എന്ന് പറയുന്ന ഓറൽ റോബർട്ട്സ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഒക്ലഹോമയിൽ. അവിടെയാണ് എൻ്റെ വൈഫ് ആക്ച്വലി പഠിക്കുകയായിരുന്നു അവിടെ. എൻ്റെ മക്കളെല്ലാം ആ ക്യാമ്പസിലാണ് ഉണ്ടായത് ആക്ച്വലി. അങ്ങനെ വളരെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെയാണ് ജനിച്ചത്. 3 പേരും ഇവിടെയാണ് ജനിച്ചത്. എൻ്റെ വൈഫ് ആക്ച്വലി ഇവിടെ ജനിച്ചത്. അപ്പോൾ ഞാൻ എൽദോസിൻ്റെ ലൈഫിനകത്ത് ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ ഫാദറല്ലേ ഫസ്റ്റ് വിശ്വാസത്തിൽ വരുന്നത് അല്ലേ? ആക്ച്വലി എൻ്റെ മദറാണ് രക്ഷയിലേക്ക് വരുന്നത്. ഞങ്ങളൊരു യാക്കോബായ പശ്ചാത്തലത്തിലാണ് വളർന്നു വന്നത്. പക്ഷെ എൻ്റെ മദറിന് ഈ ദൈവവിശ്വാസം കൊച്ചിലം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഈ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് ഞങ്ങളുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പം അതിന് റെസ്പോണ്ട് ചെയ്തത് ആദ്യം പാലക്കാട്. ആ സമയത്ത് അധികം ഈ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് അധികം അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഭാഗത്താണ് ആദ്യമായിട്ട് ഈ നെന്മാറ കരിമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞാൻ വളർന്നത്. അപ്പം എൻ്റെ മദറായിരുന്നു ആക്ച്വലി ആദ്യം രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുന്നത്. അതിനുശേഷമാണ് എൻ്റെ ഫാദർ വരുന്നത്. പിന്നെ എൻ്റെ ഫാദർ അതിനുശേഷം പിന്നെ മിനിസ്ട്രിയിലോട്ട് വന്നു. അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ഒരു വളരെ ഒരു കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വളരെ എന്താ പറയുന്ന ഒരു പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെ ഞങ്ങൾ എത്തിച്ചേർന്നു. ഞങ്ങളുടെ ലൈഫ്, ഞങ്ങളുടെ വല്യപ്പച്ചൻ സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള ഒരു ഭവനത്തിൽ ആയിരുന്നു. അവിടെ നിന്ന് എൻ്റെ വല്യപ്പച്ചൻ വലിയ കുടിയനായിരുന്നു. കുടിച്ച് എല്ലാം നശിപ്പിച്ച് കളഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ ഫാദർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, എൻ്റെ മദറുമായിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു റബ്ബർ വെട്ടുകാരനായി തീർന്നു. അങ്ങനെ വർഷങ്ങൾ എൻ്റെ ഫാദർ ഒരു റബ്ബർ ടാപ്പറായിരുന്നു. റബ്ബർ വെട്ടി അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതവും. ഞങ്ങളുടെ കുടുംബം മാത്രമല്ല, ഞങ്ങളുടെ സഹോദര കുടുംബങ്ങൾ, ഫാദറിൻ്റെ ബ്രദറും അവരുടെ സഹോദരങ്ങളും എല്ലാ കുടുംബം, അവർക്കൊക്കെ ഒരു ആശ്വാസമായിരുന്നു എൻ്റെ ഫാദർ. അവിടെ നിന്നാണ് കർത്താവ് എൻ്റെ ഫാദറിനെ ദൈവത്തിലേക്ക് വേണ്ടി വിളിക്കുക. അപ്പോൾ ആ സമയത്ത് ഫാദർ വിശ്വാസത്തിൽ വന്നു. ആ സമയത്ത് വന്നായിരുന്നു. വിശ്വാസ ജീവിതത്തിൽ വന്നു. എൻ്റെ പേര് എന്നെ എൽദോസ് ഇട്ടേക്കുന്ന എന്നെ കോതമംഗലത്തുള്ള ഒരു പള്ളി കൊണ്ട്
മാമോദിസ മുക്കി എന്നെ അവിടുത്തെ ഒരു വൈദികനാക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പ്ലാൻ അങ്ങനെയല്ലായിരുന്നു. അതിനൊക്കെ അപ്പുറമായ ദൈവത്തിന്. അതെ 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 അതെ. അപ്പോൾ ഫാദർ പിന്നെ ദൈവവിളി ഉണ്ടായി ഫാദറിന്. അതെ, ഓക്കെ. അങ്ങനെ പുള്ളി ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം ഉണ്ടല്ലോ, അത് പുള്ളി കളഞ്ഞ് ദൈവത്തിന്റെ വിളി കേട്ട് കഴിഞ്ഞപ്പം പുള്ളി ധൈര്യമായിട്ടങ്ങ് ഇറങ്ങി. ഓ, അത് ഭയങ്കര ഒരു ഡിസിഷനാണ്. കാരണം ഒരു തുച്ഛമായ വരുമാനം, അതേ ഉള്ളൂ. റബ്ബർ തൊട്ട് അല്ലേ, ആ വരുമാനം പോലും വേണ്ടെന്ന് വെച്ച് ഇറങ്ങുമ്പോൾ കുടുംബം എങ്ങനെ പോകും, എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള ഒരു ടെൻഷൻ കാണുമായിരിക്കും അല്ലേ. അന്ന് എന്റെ ഫാദർ അതൊന്നും ചിന്തിച്ചില്ല. ദൈവം നടത്തും എന്നുള്ള ഒരു തീരുമാനമായിട്ട് അത്രമാത്രം സ്ട്രോങ് ഫെയ്ത്ത് ആയി, ഒരു വിശ്വാസത്തിൽ പുള്ളി അങ്ങ് ഇറങ്ങി. അന്ന് ഞങ്ങൾ 3 മക്കളാ, എനിക്ക് 2 സിസ്റ്റേഴ്സും ഉണ്ട്, ഞാൻ നടുക്ക. അപ്പം എങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ദൈവം നടത്തിയ വഴികൾ എന്ന് ഞങ്ങൾ പുറകോട്ട് നോക്കുകയാണെങ്കിൽ അത്ഭുതത്തിന്റെ വഴികളായിരുന്നു. അങ്ങനെ ദൈവം നമ്മളെ തീച്ചോടയുടെ അനുഭവത്തിലൂടെ കടത്തി കൊണ്ടുപോയി. പക്ഷേ ദൈവം വിശ്വസ്തനെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനെന്ന് വചനം പറയുന്ന പോലെ നിശ്ചയമായിട്ടും അതൊക്കെ ഭയങ്കര ഒരു എനിക്ക് എൻ്റെ ആ അനുഭവം, എൽദോയുടെ അനുഭവം കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ പിതാവിൻ്റെ അന്നിറങ്ങിയ തീരുമാനമാണ് ഞാൻ പറയും എൽദോയെ ഈ ലെവലിൽ ഇന്ന് മാനിച്ചു കൊടുക്കുന്നു. അബ്സല്യൂട്ട്ലി, അതിനൊരു ഡൗട്ടും ഇല്ല. കാരണം അന്ന് എനിക്ക് 6-7 വയസ്സ് പ്രായമുള്ളൂ. അന്ന് ആ കൊച്ചു മനസ്സിൽ ഞാനും ചിന്തിച്ചിരുന്നു, എൻ്റെ ഫാദർ എന്ത് മണ്ടത്തര കാണിക്കുന്നത്. കാരണം ഞങ്ങൾ 3 പിള്ളേരെ പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് ഓർക്കുന്നു, അന്ന് അദ്ദേഹം എടുത്ത തീരുമാനം ദൈവം സ്വർഗത്തിലെ കോടതി ഓണർ ചെയ്തു എഴുതി വെച്ചിരുന്നു. എന്താ പറയുക, നമ്മൾ ബൈബിൾ വായിക്കുന്നില്ലേ, ആദ്യം എൻ്റെ രാജ്യനീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും. നമ്മളാ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് ഇന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു മനസ്സിൽ ഇങ്ങനെയൊക്കെ സ്ട്രഗിള്, ഒരു പാസ്റ്ററിന്റെ വീട്ടിൽ വളരുക എന്ന് പറയുന്നത് വിശ്വാസത്താൽ, പട്ടിണിയുണ്ട്, കഷ്ടതയുണ്ട്, നിന്ദകൾ, പരിഹാസങ്ങൾ അല്ലേ. എനിക്ക് തോന്നുന്നു എൽദോയുടെ ഫാദർ ഒരു പ്രവാചകൻ കൂടെയായിരുന്നു. പ്രവാചകൻ, മോസ്റ്റ്ലി പ്രവാചകൻ, അത്രയും പ്രവാചകനല്ലായിരുന്നു, ഒരു പാസ്റ്റർ ആയിരുന്നു. ഒരു നല്ലൊരു പാസ്റ്റർ ആയിരുന്നു. IPC ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട്. അവിടെ നിന്ന് ആണ് COTRലേക്ക് വരുന്നതിന് മുമ്പുള്ള തിയോളജിക്കൽ സ്റ്റഡി വേറെ എവിടെയെങ്കിലും ചെയ്തായിരുന്നു? അത് വലിയൊരു, അതിന് മുമ്പ് കൂടെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് ഒരു പാസ്റ്റർ മകനായിട്ട് അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ആവണം എന്നുള്ള ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു. കാരണം എൻ്റെ ഫാദർ ഒരു പാസ്റ്റർ ആയതുകൊണ്ട് ഐ ഹാവ് സീൻ, എന്താ പറയുക, ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റാത്തതായ സിറ്റുവേഷനിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി ഒരു പാസ്റ്റർമാനായിട്ട് ജീവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പലർക്കും അറിയാം, ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ജേണി. കാരണം നമ്മൾ അവിടെ ആയിരിക്കുമ്പം നമ്മൾ മറ്റുള്ളവരുടെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ അവരുടേതായ സ്വത്രാഴ്ച കൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ദൈവം അവിടെ ലിറ്ററലി നമ്മൾ നടത്തുന്നതാണ് ഓരോ ദിവസവും. അതിൽ കൂടെ കടന്നു പോകുന്ന ഓരോ എക്സ്പീരിയൻസും നമ്മൾ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരു പാസ്റ്റർ മോനെന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ ബുദ്ധിമുട്ടാണ്. സാധാരണയായിട്ട് ഈ പാസ്റ്റേഴ്സിൻ്റെ മക്കൾ ഈ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങുന്നത് വളരെ അപൂർവമാണ്. അത് ഈ എൽദോസിന് വ്യക്തമായിട്ട് അറിയായിരിക്കും അല്ലേ. നമ്മളെ അനുഭവിച്ചു കൂടെ കടന്നു പോകുന്ന ആ ഞെരുക്കങ്ങൾ, ഭാരങ്ങൾ. പക്ഷേ എൽദോസിന് എങ്ങനെയാണ് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണമെന്നുള്ളൊരു വിളിയോ അല്ലെങ്കിൽ തീരുമാനമോ ദൈവ ശബ്ദമോ അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ആക്ച്വലി എനിക്ക് ദൈവ വേലയ്ക്ക് പോകാനായിട്ട് ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം ഞാൻ പോയതായ അവസ്ഥ, ഈ പാസ്റ്റർമാനായിട്ട് പോയിട്ടുള്ള അവസ്ഥ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് പിന്നെ വേറൊരു പാസ്റ്ററായിട്ട് അല്ലെങ്കിൽ ഒരു മിഷണറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പാസ്റ്ററായിട്ടോ മുന്നോട്ട് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യം. അത് ലാസ്റ്റിംഗ് ആയിരുന്നു എൻ്റെ ലൈഫിലെ. ഞാൻ ആക്ച്വലി എൻ്റെ ഉദ്ദേശം സെക്കുലറായിട്ട് എന്തെങ്കിലും നല്ല നിലയിൽ ആയിത്തീരണം. അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു SI ആവണമെന്നായിരുന്നു എൻ്റെ. അല്ല, എൽദോസിന് അതിനുള്ള ഒരു ഇതുണ്ടായിരുന്നു, ഒരു പോലീസോ അല്ലെങ്കിൽ പട്ടാളക്കാരനോ ഒക്കെ ആകാനുള്ള ഹൈറ്റും വെയിറ്റും.
പക്ഷെ ആഗ്രഹം അതായിരുന്നെങ്കിലും ആങ്കിലും ദൈവത്തിന്റെ പക്ഷെ ആഗ്രഹം ദൈവത്തിന്റെ ആഗ്രഹം അതിനേക്കാളും അതല്ലായിരുന്നു. അപ്പുറമായിരുന്നു. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി റിബല്യസ് ആയിരുന്നു. ഈ വലിയ പാസ്റ്ററുടെ മക്കളായിട്ട് വളരുമ്പം ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ? സ്ട്രിക്റ്റ് മാത്രമല്ല, ഒത്തിരി കയ്പിൻ്റെ അനുഭവം നമ്മൾ കടന്നു പോകുന്നതുകൊണ്ട് ഒരു റിബല്യസ് മൈൻഡ് നമ്മളെപ്പോഴും ഓട്ടോമാറ്റിക്കലി ബിൽഡ് ചെയ്യും. കാരണം നമ്മൾ പോകുന്ന അവസ്ഥകൾ അങ്ങനെയായിരുന്നു. എപ്പോഴും ചലഞ്ചസ് ആയിരുന്നു. ഓക്കെ, നമുക്ക് അവിടെ ഒന്നും ഈസി റോഡൊന്നും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് എൻ്റെ മനസ്സിനകത്ത്, എൻ്റെ ഉള്ളിൽ ഒരു റിബല്യസ് എൽദോസ് വളർന്നു വന്നുകൊണ്ടിരുന്നു. അപ്പം അത് എനിക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം ഞാനത് ഉപയോഗിക്കുമായിരുന്നു. അല്ല, അതെനിക്കറിയാം. സിയോട്ടിയാറിലൊക്കെ ഉള്ള അനുഭവത്തിൽ നന്നായിട്ടറിയാം. ഷിജുവിന് അറിയുന്നോ അറിയത്തില്ല, ഞാൻ എൻ്റെ സെക്കുലർ വിദ്യാഭ്യാസ കാലം പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ കൊണ്ട് തീർന്നു. കാരണം ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് അവരെന്നെ അവിടുന്ന് ഇനി അടുത്ത വർഷം വരണ്ട എന്ന് പറഞ്ഞു വിട്ടു. കാരണം അവിടെ എനിക്ക് ആ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ പഠിക്കണം എന്നുള്ള ചിന്തയൊക്കെ അങ്ങ് പോയി. പിന്നെ ഞാൻ കുറച്ച് രാഷ്ട്രീയത്തിലോട്ടൊക്കെ പയ്യെ ശ്രദ്ധ കൊടുത്തു. പിന്നെ കുറച്ച് ലൈഫ് ഞാൻ കുറച്ച് അടിച്ചു പൊളിക്കാനായിട്ട് ചിന്തിച്ചു. അങ്ങനെ എൻ്റെ പ്രീ ഡിഗ്രി ഫസ്റ്റ് 1-ാം വർഷം കൊണ്ട് എൻ്റെ പഠിത്തം തീർന്നു, സെക്കുലർ വിദ്യാഭ്യാസം. പിന്നെ ഞാനൊരു ഡിപ്രഷനോട് കയറി. കാരണം എനിക്ക് പിന്നെ ഞാൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയി. ഈ സ്കൂളിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് പാരൻസിന് പാസ്റ്റർ സൺ അല്ലേ, അത് ഒരു പാസ്റ്ററിനെ ഒത്തിരി ഫീൽ ചെയ്തതാണല്ലേ? ഞാൻ ഓർക്കുന്നു, ഞാൻ അവിടുന്ന് വിട്ടതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ഫാദർ എൻ്റെ മുഖത്തേക്ക് നോക്കി, നീ നിൻ്റെ പ്ലാൻ എന്തുവാ? നിന്നെ വലിയ പ്രതീക്ഷകളായിട്ട്, നീ ഒരു മോനാണ്, നിന്നെ വലിയ പ്രതീക്ഷകളായിട്ട് നിന്നിലെനിക്ക് വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ എനിക്കിന്ന് അതെല്ലാം തീർന്നു പോയി എന്ന് തോന്നിപ്പോവാ എന്ന് പറഞ്ഞു. പിന്നെ നിനക്ക് നിന്നെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം, നിന്നെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോയി എന്ന് എൻ്റെ ഫാദറിന് ഒരു നിമിഷം പറയേണ്ടി വന്നു. എന്നോട് ഇങ്ങനെ പറഞ്ഞു, എടാ, നിന്നെ വളർത്തുന്നതിന് ഭേദം 2 കന്നാലി വളർത്തിയായിരുന്നു, എനിക്ക് പാലെല്ലാം കുടിക്കായിരുന്നു എന്ന് എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു. അല്ലെങ്കിൽ അപ്പം ആ ഒരു സിറ്റുവേഷനിലോട്ട് ഞാൻ എൻ്റെ ഫാദറിനെ കൊണ്ടുവന്നു. പിന്നെ എൻ്റെ ലൈഫിൽ നിന്ന് ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയോടെ കടന്നുപോയി. എനിക്ക് പിന്നെ എൻ്റെ ജീവിതം അങ്ങ് തീർക്കണമെന്നായിരുന്നു. അതായിരുന്നു എൻ്റെ സ്പിരിച്വൽ ജേർണിയുടെ ബിഗിനിങ് പോയിന്റ്. ഞാൻ 1 പ്രാവശ്യം എന്നെ തന്നെ. അപ്പോൾ ഏകദേശം ഏത് വയസ്സൊക്കെ ആയിരുന്നു കാണും? ഒരു 15-16 സമയങ്ങൾ, ടീനേജ് പ്രായം സമയമാണ്. ഞാൻ 1 പ്രാവശ്യം I try to end my life. എൻ്റെ വീട്ടുകാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. I felt ഞാൻ യൂസ്ലെസ് ആയി എനിക്ക് തോന്നി. ഒരു നിമിഷം ഞാൻ തോന്നി ഞാൻ ഈ ലോകത്തിന് ഒരു ഭാരമായി തീർന്നു. എൻ്റെ അപ്പന് എന്നെ വേണ്ട, എന്നെ കോളേജിൽ തന്നെ പറിച്ചു വിട്ടു. ഇനി എനിക്ക് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു പോയിന്റിലോട്ട് ഞാൻ വന്നു. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിലെ അനേക യൗവനക്കാരുടെ ലൈഫിനകത്ത് ഇതേ സിറ്റുവേഷനിലൂടെയാണ് നമ്മളിന്ന് കേൾക്കുന്ന ഏറ്റവും അധികം ദേ ആർ കമ്മിറ്റിങ് സൂയിസൈഡ്. അതിൻ്റെ ഒരു റീസൺ, ചിലയിടങ്ങളിൽ നമ്മൾ പരാജയപ്പെടുന്നു. ഒരുപക്ഷെ ഒരു സമൂഹത്തിനകത്തോ അല്ലെങ്കിൽ ഈ പാസ്റ്ററിൻ്റെ ഫാമിലിക്കകത്ത് വളർന്നു വന്നിട്ട് അതിനകത്ത് എനിക്കൊരു പരാജയം ഉണ്ടായി. ആ പരാജയ ഭയം അനേകരെ പിന്നെ ആ ലൈഫിനകത്തൊരു നന്മ ഉണ്ടാകില്ല, അതിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയില്ല എന്ന തോന്നലുകൾ അനേകരെ എന്ത് ചെയ്യാറുണ്ട്, ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ അതേ ഒരു ഡിപ്രഷനും സിറ്റുവേഷനിലാണ് എൽദോ വന്നത് അല്ലേ? പക്ഷേ ദൈവത്തിൻ്റെ വലിയ കൃപയാലും ദൈവത്തിൻ്റെ വിളി അകത്ത് കിടക്കുന്നതിനാലും ദൈവ പരിശുദ്ധാത്മാവ് എൻ്റെ പ്രവൃത്തി വലിയത് കിടക്കുന്നത് കൊണ്ട് ആ സാഹചര്യങ്ങൾക്കകത്തു നിന്ന് സ്വർഗത്തിലെ ദൈവം വിടുവിച്ച് അല്ലേ ദൈവം വിടുവിച്ച്. ഒരു ദിവസം ഒരു പാസ്റ്റർ വീട്ടിൽ വന്നായിരുന്നു. ഞങ്ങൾ അറിയാത്തൊരു പാസ്റ്ററാണ്. വീട്ടിൽ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൽദോസ്, ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ എവിടെയോ പ്രസംഗിക്കാനായിട്ട് വന്നതാണ്. അപ്പം എന്നെ എവിടെ വെച്ചോ കണ്ടു. അപ്പോൾ അവിടെ ചോദിച്ചു, ആ കൊച്ചു ആരാന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഇവൻ ദൈവത്തിന് വേണ്ടി
ഉപയോഗിക്കപ്പെടുന്ന ഒരു പൈതലാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഉള്ള സിറ്റുവേഷൻ അല്ലായിരുന്നു. കാരണം മുന്നോട്ട് പോകാൻ ഇനി എങ്ങനെയാണ്, എൻ്റെ ലൈഫ് എന്തായി തീരും, ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ഇതൊന്ന് ഫേസ് ചെയ്യണ്ടല്ലോ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ. പക്ഷേ എനിക്കതൊരു വലിയൊരു ഊർജ്ജമായിട്ട് മാറി. എനിക്ക് ദൈവത്തിന് എന്തെങ്കിലും എന്നെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത ആ സമയത്ത് എൻ്റെ മനസ്സിൽ കിടന്നു. ആ ഒരു വാക്ക് എന്നെ ബിൽഡ് ചെയ്തായിരുന്നു. അത് ഭയങ്കര ഒരു ഇതാണ് അല്ലേ. നമ്മളെ തകർന്നിരിക്കുന്ന സമയങ്ങളിൽ ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ വീഡിയോയിലെ ഒരു വാക്കായിരിക്കാം ചില ജീവിതങ്ങളെ ഡിപ്രഷനിലും പ്രതികൂലത്തിലും ഇരിക്കുന്ന ജീവിതങ്ങളെ പണിയപ്പെടുവാനിടയായി. അപ്പം അങ്ങനെ ആ ഒരു വാക്ക് അങ്ങനെ അതിനുശേഷമാണ് ഞാൻ ഒരു തീരുമാനമെടുക്കുന്നത്, ഞാൻ നീ ദൈവവേലയ്ക്ക് പോയേക്കാം. പക്ഷെ അതൊരു എളുപ്പമുള്ള തീരുമാനമല്ലായിരുന്നു. എന്നെ തന്നെ എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യണമായിരുന്നു. അതുവരെ ഞാൻ ചിന്തിക്കാത്ത ഒരു മേഖലയായിരുന്നു നമ്മൾ പറഞ്ഞ ദൈവവേലയ്ക്ക് പോകാന്നുള്ളത്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ബൈബിൾ കോളേജിൽ അപ്ലൈ ചെയ്തു. പക്ഷെ അപ്ലൈ ചെയ്തപ്പോഴാണ് എന്നെ ആരും എടുക്കത്തില്ല. കാരണം എനിക്ക് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറേ ഉള്ളൂ. അന്ന് നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ പ്രീ ഡിഗ്രി പാസ്സാവണമായിരുന്നു. അങ്ങനെ ഞാൻ അന്വേഷിച്ച് പിടിച്ച് എനിക്കൊരു കോളേജിന് പുത്തുംകുരിശ് ഒരു ഗുഡ് ന്യൂസ് ഫോർ ഏഷ്യ എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്. അവിടെയാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ബൈബിൾ കോളേജ് പഠിക്കുവാനായിട്ട് ആപ്ലിക്കേഷൻ അയക്കുന്നത്. അവിടെ ചെന്ന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പം അന്ന് ഞാനൊരു ബൈബിൾ കോളേജ് സ്റ്റുഡൻറ്റിന് പറ്റിയുള്ള ഡ്രസ്സ് ഇട്ടൊന്നുമല്ല പോയത്. അപ്പോൾ അവിടെ ചെന്ന് എന്നെ അവർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ സ്ഥലം മാറി വന്നാണോ എന്ന് ചോദിച്ചു എന്നോട്. കാരണം എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ പോയിട്ട് അവരെന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മതി എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ അന്ന് ചെന്നപ്പോൾ അവിടുത്തെ കോഴ്സിൻ്റെ അവരുടെ കോഴ്സ് അഡ്മിഷൻ ടൈം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ആരെങ്കിലും ഡ്രോപ്പ് ഔട്ട് ആവുകയാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏതോ 1-2 പേര് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് ഒരു ചാൻസ് കിട്ടി അവിടെ. അങ്ങനെയാണ് ഞാൻ അവിടെ ആദ്യമായിട്ട് ബൈബിൾ കോളേജിലിട്ട് ഞാൻ പോകുന്നത്. ബൈബിൾ കോളേജിലെ അനുഭവം എങ്ങനെയായിരുന്നു? അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ മാറി ബൈബിൾ കോളേജിൽ നിൽക്കുമ്പോൾ ഒരു യഥാർത്ഥത്തിൽ പഠിക്കണം ഒരു ദർശനമോ വിഷനോ ഒക്കെ പ്രാപിച്ചാണോ? ആക്ച്വലി ഞാൻ എന്നെ മാറ്റിയെടുത്തത് ബൈബിൾ കോളേജാണ്. വീട്ടിൽ നിന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും സിറ്റുവേഷൻസൊക്കെ ആയിരുന്നു. സ്വാതന്ത്ര്യമൊന്നുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് കുറച്ചുകൂടെ എനിക്ക് എന്നെ തന്നെ ഒന്ന് വൈഡായിട്ട് ചിന്തിക്കുവാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക എന്നെ തന്നെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് പറ്റിയ ഒരു സ്ഥലമായിരുന്നു ബൈബിൾ കോളേജ്. അപ്പോൾ അങ്ങനെ പുത്തുംകുരിശ് എന്ന് കഴിഞ്ഞ ശേഷമാണ് എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് റിയലായിട്ട് വന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കുവാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് വന്നതും അതിൻ്റെ ഒരു ആദ്യ പടി അവിടെ വെച്ചായിരുന്നു. എനിക്കന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നും ഞാൻ പഠിച്ച കോളേജ് അവിടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും ലാംഗ്വേജൊക്കെ പഠിക്കാൻ പറ്റിയതെല്ലാം ഇവിടെ ചെന്നതിന് ശേഷമായിരുന്നു. ഓക്കെ. പിന്നെ അടുത്തതായിരുന്നു പുത്തൻകുരിശിൽ നിന്നാണോ COTRലേക്ക്? അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്കിങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പം എവിടെ പോകണമെന്നോ അല്ലെങ്കിൽ ഏത് കോളേജ് പഠിക്കണമെന്നുള്ള ഐഡിയാസ് ഒന്നും ഇല്ലായിരുന്നു. ഇതാണ് കിട്ടിയത്. ഞാൻ അങ്ങ് ചെന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും തുടർന്ന് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം വന്നു. അങ്ങനെ പിന്നീട് അപ്ലൈ ചെയ്തപ്പം ആരും എന്നെ എടുക്കത്തില്ല. കാരണം ഈ കോളേജിലെ ഡിഗ്രി അക്രഡിറ്റഡ് അല്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ രണ്ടാമത് അന്വേഷിച്ച് പിടിച്ചപ്പം COTR എന്ന ഒരു കോളേജിനെ കുറിച്ച് അറിയാനായിരുന്നു. വിശാഖപട്ടണം. അങ്ങനെ വിശാഖപട്ടണത്തുള്ള COTRനെ കുറിച്ച് അറിഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ആപ്ലിക്കേഷൻ അയച്ചു. പിന്നീട് ഒരു 2 വർഷം കൂടെ എക്സ്ട്രാ BTH പഠിക്കണമായിരുന്നു. പിന്നെ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് അവിടെ COTRൽ വരുന്നത്. അങ്ങനെ BTH കഴിഞ്ഞ് നമ്മൾ കണ്ടുമുട്ടുന്നത് MDനെ ചെയ്യുന്ന സമയത്താണ്. നമുക്ക് ആ സമയങ്ങളിൽ COTRലെ ഒരു ലീഡർഷിപ്പ് PJ ടൈറ്റസ് അങ്കിളിൻ്റെ കീഴിലുള്ള ഒരു സ്റ്റഡി നമ്മുടെ ലൈഫിനകത്ത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് അല്ലേ നമ്മളെ COTR ആണ് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന ഒരു വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത്. COTR എന്നെ റിയൽ എൽദോസ് ആക്കി മാറ്റി. കഴിഞ്ഞപ്പം ആരും തന്നെ സർവൈവ് ചെയ്യാൻ പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മളവിടെ എല്ലാം വരുന്നത്. അടുത്ത 1 മാസത്തെ ഫീസ് പോലും നമ്മുടെ കൈ കൊടുക്കാനില്ല. പക്ഷെ എല്ലാവരും വിശ്വാസത്താൽ വരുന്നത് എല്ലാവരും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മാറ്റിമറിച്ചത് നമ്മുടെ ആ സ്ട്രഗിൾസ് ആയിരുന്നു. നമുക്ക് വിശ്വാസത്താൽ മുമ്പോട്ട് പോകാമെന്നും വിശ്വാസവും എല്ലാ നമ്മുടെ ഒരു ഫർദർ ഒരു ലോങ് നമ്മുടെ മിനിസ്ട്രി ലൈഫിനകത്തേക്കുള്ള ഇൻപുട്ടായിരുന്നു. കറക്റ്റ്.
അല്ലേ? അതെ അതെ അതെ. പ്രത്യേകിച്ച് നമ്മൾ ഫീസ് അടയ്ക്കുന്ന സമയമായി കഴിഞ്ഞ് വരുമ്പോൾ അവിടുന്ന് കോളേജിൽ അനൗൺസ്മെന്റ് വരും. എന്നെയൊക്കെ എക്സാം എഴുതാൻ പോവാൻ അതെ അതെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഷിജുവിന് അറിയുമെന്ന് അറിയത്തില്ല, ഞാൻ കോളേജിൽ നിന്ന് സ്റ്റുഡൻസ് എല്ലാം പോയ ശേഷം ഞങ്ങൾ കോളേജ് സ്റ്റേ ചെയ്യായിരുന്നു. എൻ്റെ റീസൺ വെച്ചാൽ കോളേജിലെ പെയിന്റിങ് പണിയൊക്കെ ഞങ്ങൾ അങ്ങ് കോൺട്രാക്ട് എടുത്തു. കാരണം ഫീസ് അടയ്ക്കാൻ എൻ്റെ ഫാദറിനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് അന്ന് എൻ്റെ ഫാദറിന് സാമ്പത്തികമായിട്ട് വളരെ പരിതാപമായ സിറ്റുവേഷനാണ്. ഇനിയിപ്പോൾ ഞാനും കൂടെ ഒരു ബേർഡൻ ആക്കലെന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സുരേഷ്, അങ്ങനെ ബോബ്സ്, കുറച്ച് ജോർജ്, അങ്ങനെ ജോർജ് കുട്ടിയൊക്കെ, അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ അവിടെ സ്റ്റേ ബാക്ക് ചെയ്ത് ഞങ്ങൾ കോളേജിൽ പെയിൻ്റൊക്കെ ചെയ്ത് അതിൽ നിന്ന് പൈസ റേസ് ചെയ്ത് ഞങ്ങൾ ഫീസ് അടയ്ക്കുമായിരുന്നു. പക്ഷെ അത് എനിക്കിപ്പം എൻ്റെ ലൈഫിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാനിപ്പോൾ തോന്നുക. അതെ, തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് കടന്നുപോയ സാഹചര്യങ്ങൾ. പിന്നെ COTL നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. പിന്നെ എനിക്ക് എൽദോസ് അതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു. ഞാൻ ഒരിക്കലും ആവറേജിന് മേലോട്ട് പോയിട്ടില്ല എൻ്റെ ലൈഫിൽ, ഒരിക്കലും പോയിട്ടില്ല. കാരണം ഞാൻ ഇവൻ്റെ സെക്യുലർ എഡ്യൂക്കേഷൻ ആണല്ലോ, ഞാൻ പറഞ്ഞില്ല ആദ്യം, എല്ലാം ഫെയിലായി. അപ്പം എന്നെ സംബന്ധിച്ച് എന്താ പറയുന്നത്, ആ ആവറേജ് അല്ല, ആ സിറ്റുവേഷനിൽ നിന്നാണ് ദൈവം എന്നെ ഓരോ സ്റ്റെപ്പായിട്ട് എന്നെ ദൈവം പഠിപ്പിച്ച് കൊണ്ടുവന്നത്. ഞാനും COTL വരുമ്പോഴത്തേക്കും നമുക്ക് കൂട്ടി ഒരു സെൻറ്റൻസ് പറയാൻ പോലും ഇംഗ്ലീഷ് പറയാൻ അറിയാതെ സ്ട്രഗിളും അതിനേക്കാളും ഉപരി എനിക്കുള്ള ഒരു അനുഭവം, ഞാൻ COTL സ്റ്റഡി ചെയ്തിട്ട് ഒരു സബ്ജക്റ്റിന് പോലും ഫെയിലായില്ല പഠിച്ചതിൽ. പക്ഷേ നമ്മളെക്കാളും ഭയങ്കര ഇതുണ്ടായിരുന്ന പലരും ചില സബ്ജക്റ്റിലൊക്കെ ഈ അക്കാഡമിക്ക് തന്നെ ഫെയിലായിട്ട്. നമ്മൾ പക്ഷേ ആവറേജ് ആണെങ്കിലും എക്സാം എഴുതി കഴിയുമ്പോൾ സത്യം അവരുടെ കൃപയാ. പിന്നെ ഞാൻ ഒരിക്കലും ഓർക്കുവാണ്, ഞാൻ ക്ലാസ് ടെസ്റ്റിന് എൻ്റെ അടുത്തിരുന്ന ഗ്രീക്കാ. അപ്പോൾ ഗ്രീക്ക് നമുക്കൊന്നും അറിയില്ല പഠിച്ചപ്പോൾ. അപ്പം ഞാൻ എൻ്റെ അടുത്തിരുന്ന ഫ്രണ്ടിനോട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സെൻറ്റൻസ് കാണിച്ചു. അപ്പം ഞാൻ എഴുതി. റിസൾട്ട് വന്നപ്പോൾ അവൻ തോറ്റു, ഞാൻ ജയിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ രസകരമായ ഒത്തിരി അനുഭവങ്ങൾ. ഫുഡ് കഴിക്കാൻ പോകുന്നു, നമ്മളെ ഡൈനിങ് ഹാളിലേക്ക് അനുഭവങ്ങൾ. നമുക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് എല്ലാ കാര്യങ്ങളിലും നമ്മളെ ദൈവം പഠിപ്പിക്കുന്ന ഒരു സീസൺ. നമ്മളവിടെ ബൈബിൾ കോളേജിൽ ചെന്നിട്ട് ബൈബിൾ പഠിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ലീഡർഷിപ്പ് സ്കില്ലുകളുണ്ടായിരുന്നു. പിന്നെ ഒരു സർവൈവൽ, നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാം, എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ള അതിനൊരു പാഠശാലയും കൂടെ ആയിരുന്നു. കാരണം പ്രത്യേകിച്ച് നമ്മൾ വൈകിട്ട് നമ്മൾ പഠിത്തമെല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ നമ്മളുള്ള ഗെറ്റ് ടുഗദേഴ്സും നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും പിന്നെ അന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യായിരുന്നു അല്ലേ? ഒരു നമുക്ക് മോറലി വലിയൊരു സപ്പോർട്ടായിരുന്നു. എല്ലാവരും ഒരേ കാറ്റഗറീസ്. അതെ 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 അതെ. പക്ഷെ നമ്മൾ അവിടെ ഇരുന്നപ്പം ചിന്തിച്ചിട്ടുണ്ടോ നമ്മളൊക്കെ ഈ നിലയിൽ എത്തിച്ചേരുമെന്നുള്ളത്? പാസ്റ്റർ ഷിജുവൊക്കെ വളരെ ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കുന്നു. ഞാൻ അന്ന് വരുമ്പം വളരെ ഒരു കുഞ്ഞ് പാസ്റ്റർ ഒരു ഷിജു അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഒരു ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ. ഞാൻ രക്ഷിക്കപ്പെട്ട് ജസ്റ്റ് മിഷൻ ഫീൽഡിലൊക്കെ പോയിട്ട് ജസ്റ്റ് വന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ബൈബിൾ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ 24 റിവേഴ്സും പ്രെയറും. പക്ഷെ എവിടെ വന്നപ്പോൾ ഒരു സെക്കുലർ കോളേജ് പിന്നെ ആദ്യം നമുക്ക് ഡൈജസ്റ്റ് ആയില്ല. പിന്നെ നിങ്ങളുടെ പോലെയുള്ള ഒത്തിരി പേരുടെ ഒക്കെ ആ സ്നേഹവും കരുതലും ഒരു എൻ്റെ ലൈഫിനകത്തൊരു ഇന്നും COTR ഇപ്പം ഞാനിപ്പം ഡാലസ് വന്ന് നമ്മൾ ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? COTR ലൈഫിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നെ പഠിപ്പിച്ച സാബു സാറ് അവിടെ കണ്ടു. ഒത്തിരി പേരെ നമ്മൾ അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കണക്ഷൻ, ആ ബന്ധം നമുക്ക് എപ്പോഴും ഉണ്ട്. ഞാൻ പഠിച്ച് ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പോയി. അപ്പോൾ പോകുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ എഴുതോ എവിടെയാണെന്നറിയില്ല, എഴുതോ ഒരു എന്തില്ല ഒരു നല്ലൊരു വേ അല്ല, ഫീച്ചർ ഉണ്ടാകില്ല, ഇങ്ങനെയൊക്കെ ഉള്ളൊരു
ഡിസ്കഷൻ എന്ന് വെച്ചാൽ ഏതോ ബൈബിൾ കോളേജിലൊക്കെ നാഗാലാൻഡിലൊക്കെ പഠിപ്പിക്കാൻ പോയി. അങ്ങനെയൊക്കെയാണ് ഞാൻ എവിടെ എൻ്റെ സത്യം പറഞ്ഞാൽ കുറച്ച് നാൾ ഇടയ്ക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് വരെ എൻ്റെ മനസ്സിനകത്ത് അയ്യോ എൽദോ നാഗാലാൻഡിൽ ഏതോ എവിടെയോ ബൈബിൾ കോളേജിലോ എവിടെ പോയി അവിടെ കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുന്നതെന്നുള്ള ഒരു ചിന്തയായിരുന്നു. പക്ഷേ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊക്കെ വലിയ പദ്ധതി ഉണ്ടായിരുന്നു. നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് പലരും ഉണ്ടായിരുന്നു അവിടെ അല്ലേ, നമ്മൾ പഠിച്ച സമയത്ത്. നമ്മൾ അവിടുത്തെ വലിയ സ്മാർട്ട് സ്റ്റുഡൻസ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഞാനൊന്നും ഒരിക്കലും നമ്മൾ ഈ സാഹചര്യം കടന്നു വന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വകുപ്പുകളൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാര്യത്തിലിരിക്കുക. പക്ഷെ നമ്മൾ ദൈവത്തിൽ സമർപ്പിച്ചു, നമുക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ അങ്ങനെ. പക്ഷേ ദൈവം ഓരോ സ്റ്റെപ്പും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി തുറന്ന് തന്നതായിരുന്നു. ഞാൻ നാഗാലാൻഡിൽ പോയത് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ COTR പഠിച്ച സമയത്ത് അവിടെ പോകണമെന്ന് എനിക്ക് ആഗ്രഹം. അങ്ങനെ ഒരു വർഷം ഞാൻ അവിടെ നാഗാലാൻഡിൽ ദിമാപൂരിൽ ഒരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ആ സമയത്ത് എൻ്റെ കല്യാണം നടക്കുന്നത്. ദിമാപൂർ ആയിരിക്കുന്ന സമയത്താണ് വിവാഹം അല്ലേ നടക്കുന്നത്. അപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പേരിൻ്റെ കാര്യം അങ്ങനെ ഇടയ്ക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നില്ല, എന്തുവായിരുന്നു അത്? അതിന് പുറകിൽ ഒരു രസകരമായൊരു സംഭവമുണ്ട്. അതിന് നമ്മുടെ COTR ലൈബ്രറി ഉണ്ടല്ലോ, നമുക്ക് പല മാഗസിൻസും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് അതിലൊരു മാഗസിൻ വരുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള വലിയൊരു മിനിസ്ട്രിയുടെ ഹെഡിൻ്റെ അവരുടെ ഓർഗനൈസേഷൻ്റെ പാട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ ഹെഡായിരിക്കുന്ന അവരുടെ ഒരു ഫാമിലി പിക്ചർ ഒരു പ്രാവശ്യം ആ മാഗസിനിൽ വന്നായിരുന്നു. അപ്പം ഞാനും നമ്മുടെ സുഹൃത്തുക്കളും പോളും ബിനുവും ഒക്കെ ഓർക്കുന്നില്ലേ, ഒരുമിച്ച് സംസാരിക്കുന്ന സമയത്ത് അവരോട് ചോദിച്ചു, എടാ അതിനകത്തൊരു അവരുടെ ഫാമിലിയിൽ അവർക്ക് ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു. അപ്പം ഞാൻ തമാശക്കായിട്ട്, നമുക്കറിയത്തില്ല, നമ്മൾ ചെറുപ്പക്കാരല്ലേ, പലതും സംസാരിക്കുന്നതിന് കൂടെ ഞാനും പറഞ്ഞു, എടാ നമുക്ക് ആ പെങ്കൊച്ചിനെ എനിക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ എന്ന് ഞാൻ പോളിനോട് ബിനിനോട് സംസാരിച്ചായിരുന്നു. പേരെന്തുവായിരുന്നു? പേര് ഗ്രേസ് എന്നായിരുന്നു. അപ്പം എന്നോട് അവർ തമാശയ്ക്ക് പറഞ്ഞു, എടാ കൊക്കിൽ ഒതുങ്ങാവുന്ന അങ്ങനെ ഒരു ചൊല്ലില്ലേ മലയാളത്തില്, കൊക്കിൽ ഒതുങ്ങാവുന്നത് കൊത്താവത്തോളം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ നമുക്ക് അതുമായിട്ട് അതൊന്നും ചിന്തിക്കാൻ പാടില്ല. അല്ല, അവർ നോക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാനുള്ള അർഹതയൊന്നും ഇല്ല. സാധാരണക്കാരനായ ഒരു എൽദോസ് അവിടെ വന്ന് പഠിക്കുന്നു. അപ്പോൾ അവൻ അത്ര വലിയ ഓർഗനൈസേഷൻ്റെ ഒരു മോളെ കല്യാണം കഴിക്കാൻ ഐ അക്സെപ്റ്റഡ്. അപ്പം ഞാൻ പോളിനോട് പറഞ്ഞു, പോളെ എടാ നമുക്ക് ഈ ഒരു ഗ്രേസ് ഇല്ലെങ്കിൽ വേറെ ഗ്രേസ് ദൈവം തരും, ഞാൻ ഇന്ന് പോലെ ഒരു ഗ്രേസിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ഞാൻ തമാശക്കേടൊക്കെ പറഞ്ഞു. അപ്പം അത് പറഞ്ഞിട്ട് ഞാൻ പിന്നീട് എൻ്റെ ലൈഫിൽ ഞാനത് എൻ്റെ സ്വകാര്യ പ്രാർത്ഥനയിൽ ഞാൻ ദൈവമേ നീ എനിക്ക് ഗ്രേസ് എന്ന ഒരു ഭാര്യയെ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഞാൻ 2-3 വർഷം നോക്കിയിട്ട് എനിക്ക് അങ്ങനെയുള്ള പേര് ആരെയും കണ്ടില്ല. അപ്പം ഞാൻ പയ്യെന്ന് പേരൊക്കെ ചേഞ്ച് ചെയ്താലോ എന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ പ്രപ്പോസൽസ് എല്ലാം വരുന്നത്. അപ്പം ഞാൻ 1-2 പേരൊക്കെ പോയി കണ്ടു. ഏകദേശമൊക്കെ ധാരണയായി. ഗ്രേസിനൊന്നും കിട്ടിയില്ല. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു കല്യാണം തീരുമാനത്തിലോട്ട് വന്നു. അങ്ങനെ അവർ വീട്ടിലോട്ട് വരിക. അപ്പം എൻ്റെ ഉപ്പാപ്പൻ അന്ന് അമേരിക്കയിലുണ്ട്, ഫാദറിൻ്റെ ബ്രദർ. പുള്ളി അന്ന് എന്നെ വിളിച്ചു. പുള്ളി അങ്ങ് സാധാരണ എപ്പോഴും വിളിക്കാറൊന്നുമില്ല. അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ കല്യാണം വല്ലതും ചിന്തിക്കുന്നുണ്ടോ? ഞാൻ 1-2 പേരെ കണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഏകദേശം ഒരെണ്ണം തീരുമാനമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്നോടൊരു വാക്ക് പറഞ്ഞു, നീ ഞാൻ പറയാതെ വാക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ പറ്റി? ഞാൻ നാളെ രാവിലെ വിളിക്കാം എന്ന് പറഞ്ഞു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ പുള്ളി എന്നെ വിളിച്ചു, എടാ ഞാൻ നിനക്കൊരു പ്രപ്പോസൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ചോദിച്ചു, ആ പെങ്കൊച്ചിൻ്റെ പേരെന്തുവാ? അപ്പം എന്നോട് പറഞ്ഞു, ഗ്രേസ് സാറ ഡാനിയൽ എന്നാണ്. പെട്ടെന്ന് എൻ്റെ പഴയ പ്രാർത്ഥിച്ചിട്ടിരിക്കുന്നതായ ഗ്രേസിൻ്റെ ഓർമ്മ എനിക്ക് വന്നു. അതെനിക്ക് വലിയ കൺഫർമേഷൻ ആയിരുന്നു. ആ ഗ്രേസ് ആണ് ഇന്നെൻ്റെ ജീവിത സഖി. ആ ഗ്രേസിലൂടെ എനിക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം നൽകി തന്നു. വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള അമേരിക്കയിൽ ജനിച്ചു. നമ്മൾ പലപ്പോഴും സിമ്പിളായി പല കാര്യങ്ങളും കാണും, അല്ലെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം. ഇപ്പോൾ ദൈവവചനം പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു. ചില ആൾക്കാർ പേര് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളുണ്ട്. ചില ആൾക്കാർ പറയും, ഇതൊക്കെ അന്ധവിശ്വാസമാണ്, അങ്ങനെയൊന്നും ചെയ്യണം. പക്ഷേ കണ്ടോ, ആ ഗ്രേസ് എന്ന് പറഞ്ഞ് സമയമെടുത്തെങ്കിലും അത് റിയാലിറ്റി ആയിട്ട് നടന്നു. അപ്പോൾ ദൈവത്തിന് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരാൻ കഴിയുന്ന ഒരു. എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ഈ ഗ്രേസ് എന്നുള്ള വ്യക്തി ഞാൻ 2-3 വർഷം പ്രാർത്ഥിച്ചിട്ടും
കാണാതെ ലാസ്റ്റ് മിനിറ്റാണ് ഇത് പെട്ടെന്ന് ദൈവം വഴി തുറക്കുന്നത്. അതെ. ചിലപ്പോൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം അതിനു മുമ്പ് ഒത്തിരി ഒരു കല്യാണത്തിന് വേറെ ഒത്തിരി എന്തുവാ ഒരു ഫൈനലൈസ് ആകുന്ന ഒരു ഓൾമോസ്റ്റ് വന്നായിരുന്നു. ഓക്കേ. ഞാൻ അവരുടെ വീട്ടുകാരെ വേറൊരു ഫാമിലി ഒരു കുഞ്ഞിനെ കണ്ടിട്ട് ഇറങ്ങുന്ന അല്ലേ? തീരുമാനമായി ഫൈനൽ സ്റ്റേജിലോട്ട് വരുമായിരുന്നു. അതെ അതെ. വേണ്ട, അപ്പോൾ ദൈവം അത് തക്ക സമയത്ത് നമ്മൾ ആ എക്സ്പെക്റ്റേഷനോടുകൂടി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസമുള്ളവർക്ക് വേണ്ടി ദൈവം വഴി തുറന്നിരിക്കും. അത് സാധ്യമാക്കി. ഡെഫിനറ്റ്ലി അത് എൻ്റെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ അപ്പോൾ ദൈവം അത് വിശ്വസ്തനാണ്. ദൈവത്താൽ കഴിയാത്തൊരു കാര്യമില്ല. അവിടുന്ന് അങ്ങനെയാണ് അമേരിക്കയിലെത്തി അല്ലേ? അങ്ങനെ 2002 എൻ്റെ വിവാഹം. എൻ്റെ വൈഫ് ആക്ച്വലി ന്യൂയോർക്കിലാണ് ബോൺ ആൻഡ് റേസ്ഡ്. ആൻഡ് ദെൻ അവരുടെ ഫാമിലി എല്ലാം ഡാളസിലാണ്. അങ്ങനെ 2002 എൻ്റെ കല്യാണം കഴിയുന്നു. പിന്നെ ഞാൻ 2000 കൂടെ ഞാൻ US വരുന്നു. ഇവിടെ വന്നിട്ട് എങ്ങനെയായിരുന്നു ഇവിടുത്തെ ലൈഫും കാര്യങ്ങളൊക്കെ? നമ്മൾ ബൈബിൾ കോളേജിൽ പഠിച്ച് ഉള്ള എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എൻ്റെ വന്ന സമയത്തുള്ള എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പം ഒരു ഡോക്ടറൽ പ്രോഗ്രാമിൽ കയറണമെന്നായിരുന്നു എൻ്റെ താല്പര്യം. അങ്ങനെ ഞാൻ OREയിൽ ഓറൽ റോബർട്സ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഞാൻ ആപ്ലിക്കേഷൻ എല്ലാം ചെയ്തു. അങ്ങനെ ഡീമിന് വേണ്ടി ഞാൻ എൻറോൾ ചെയ്തായിരുന്നു. പിന്നീട് എനിക്ക് തോന്നി വാട്ട് ആം ഐ ഗോയിങ് ടു ഡു വിത്ത് ദിസ് ഡീമിൻ? ഇത് എടുത്തിട്ട് എന്തോ ഞാൻ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ ജോലി വേണം. അപ്പം എനിക്ക് ആ സമയത്ത് എൻ്റെ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പം ഞാൻ ഡീമിന് പോകുന്നതിന് പകരം ഞാൻ ചാപ്ലൻസി പഠിക്കാനായിട്ട് പോയി. അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് മിനിസ്ട്രിയാണ്, അതിൻ്റെ കൂടെ എനിക്ക് ഒരു സാലറിയും കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു റെസിഡൻസി പ്രോഗ്രാം ഞാൻ ഇവിടുത്തെ ഒരു മെഡിക്കൽ സെൻറ്ററിൽ ചെയ്തായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ ചാപ്ലനായിട്ട് ഒരു 8 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു. ഹോസ്പിറ്റല്, ഹോസ്പിറ്റൽ അങ്ങനെ സ്ഥലങ്ങളൊക്കെ വർക്ക് ചെയ്തായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു IT ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിലേക്ക് വരാനുള്ള? അതിനുശേഷം ഞങ്ങൾ ആദ്യം ഒക്കലഹോമയിലായിരുന്നു. ഒക്കലഹോമയിൽ നിന്ന് ഞങ്ങൾ ഡാളസിലോട്ട് മൂവ് ചെയ്തായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യം കുറച്ച് നാൾ ചാപ്ലനായിട്ട് തന്നെ ജോലി ചെയ്തു. പിന്നീട് എനിക്ക് IT മേഖലയോട്ടൊന്ന് തിരിയണമെന്നൊരു ചെറിയൊരു താല്പര്യം എൻ്റെ മനസ്സിലുണ്ട്. താല്പര്യം വരെ IT ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല. എനിക്ക് യാതൊരു സർട്ടിഫിക്കേഷൻസ് ഒന്നും ഇല്ല, ഒരു ഡിഗ്രി അതിനകത്തില്ല. പക്ഷെ എനിക്കൊരു ആഗ്രഹം, ഒന്നാമത് എനിക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാം എന്നുള്ള ഒരു ചിന്ത വന്നു. പിന്നെ കുറച്ചുകൂടെ IT-യിൽ കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കുന്ന ഏരിയ ആണല്ലോ. അപ്പോൾ അതിനോട് ചെറിയ ഇൻട്രസ്റ്റ് വന്നു. പക്ഷെ എനിക്കൊരു സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്തിൽ ഞാൻ അതിലോട്ടങ്ങ് ഇറങ്ങി വളരെ പരിതാപകരമായിരുന്നു ആദ്യത്തെ സിറ്റുവേഷനൊക്കെ. കാരണം എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഞാനൊരു കമ്മിറ്റ് ചെയ്ത് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അതിലോട്ടങ്ങ് ഇറങ്ങി. ആ ആഗ്രഹത്തെ പോലും ദൈവം സാധിപ്പിച്ചു. ഇടയ്ക്ക് ആ ജോലി എങ്ങനെ നഷ്ടപ്പെട്ട ഒരു ക്രിട്ടിക്കൽ ഒരു സ്റ്റേജ് അങ്ങനെ ഒരു? അതെ അത് നമുക്കറിയില്ല, ബിഗിനേഴ്സ് ആയിരുന്നല്ലോ. അപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പം ഞാൻ ഈ ആദ്യം കയറിയ കമ്പനി എന്ന് പറയുമ്പം വിത്തൗട്ട് എക്സ്പീരിയൻസ് ആണ് കയറിയത്. ഞാൻ അവരോട് പറഞ്ഞിട്ടേ കയറി, എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പക്ഷെ എൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് ഐ വാണ്ട് ടു ലേൺ റൈറ്റ്, കുറച്ചുകൂടെ IT മേഖലകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഞാനൊരു 6 മാസം അവിടെ ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വേറൊരു ക്രിസ്ത്യൻ കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്നു. അവർക്കൊരു എൻജിനീയേഴ്സിന് ആവശ്യമുണ്ട്. അപ്പം ഞാനൊന്ന് നോക്കിയപ്പോൾ ഒരു ക്രിസ്ത്യൻ കമ്പനിയാണ്. അപ്പം ഞാനും തിയോളജി ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നി എനിക്ക്. അങ്ങനെ ഞാൻ ഈ ജോലി കളഞ്ഞിട്ട് അവിടേക്ക് കയറി. അവിടെ കയറി ചെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പം അവിടുത്തെ എൻ്റെ മാനേജർ വിളിച്ചു പറഞ്ഞു, എൽദോസ്, ഞാൻ ആ ജോലി വേറെ ആൾക്ക് കൊടുക്കാൻ പോവുകയാണ്, നീ അതിന് സ്യൂട്ടബിൾ അല്ല, ക്വാളിഫൈഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വലിയൊരു സ്വപ്നം അവിടെ തകർന്നു പോവുകയായിരുന്നു. കാരണം ഞാൻ വലിയ പ്രതീക്ഷയായിട്ട് ഞാൻ ആ ജോലി എടുത്തതാണ്. ഒരു ക്രിസ്ത്യൻ കമ്പനിയാണ്, ക്രിസ്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ്, ഒരു മീഡിയ കമ്പനിയാണ്. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മാനേജർ എന്നോട് എൻ്റെ റൂമിൽ വിളിച്ച് പറഞ്ഞു, നിനക്ക് അടുത്ത ആഴ്ച നിൻ്റെ ലാസ്റ്റ് ഡേ ആണ്, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം അല്ലെങ്കിൽ നിനക്ക് 2 ചോയ്സ് ഉണ്ട്. നിനക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു സെവറൻസ് പേ, ചെറിയൊരു പേ തരുന്നെങ്കിൽ യു ക്യാൻ ലീവ് ടുഡേ ഓർ യു ക്യാൻ സ്റ്റേ 1 more week. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയേക്കാം, കാരണം എന്നെ ആവശ്യമില്ലല്ലോ ഇവിടെ. പിന്നെ ഞാൻ അവിടെ ഒരാഴ്ച നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ വളരെ വേദനയോടുകൂടെ അവിടെ നിന്നിറങ്ങി. ഞാനൊരു 20 നിലയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മേളിലായിരുന്നു ഞങ്ങളുടെ ഓഫീസ്.
എനിക്ക് അങ്ങ് താങ്ങാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമായി. കാരണം വലിയ പ്രതീക്ഷയായിട്ടാണ്. എനിക്ക് ഫാമിലിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, IT-ലോട്ട് ഞാൻ ഇറങ്ങിയതാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഈ ലിഫ്റ്റിൽ കയറി ചെന്നപ്പോൾ ഞാൻ വാവട്ടം കരഞ്ഞു. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ലോർഡ്, വാട്ട് ആർ യു ഡൂയിങ് വിത്ത് മീ എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു. കർത്താവേ, വാട്ട് ഈസ് നെക്സ്റ്റ്? വളരെ വിഷമിച്ചു ഞാൻ ആ സമയത്ത്. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി എൻ്റെ കാറിലോട്ട് പോയി. ഞാൻ ഇച്ചിരി വിഷമിച്ച് കരഞ്ഞു. അവിടെ നിന്ന് അങ്ങനെ ഇരിക്കും പെട്ടെന്ന് എനിക്കൊരു കോൾ വരികയാണ്. എൽദോസ്, ഞാനൊരു റിക്രൂട്ടറാണ്. എനിക്ക് പരിചയമില്ലാത്തൊരു നമ്പറാണ്. ഞാനൊരു റിക്രൂട്ടറാണ്. ഇവിടെ ഒരു വലിയൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ ഒരു സീനിയർ എഞ്ചിനീയർ ആവശ്യമുണ്ട്. ഐ സോ യുവർ റെസ്യൂമേ, സംബഡി ഗേവ് മീ യുവർ റെസ്യൂമേ, ആർ യു ഇൻട്രസ്റ്റഡ്? അപ്പം ഞാൻ ജൂനിയറായിട്ട് കയറിയിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഇനി ഞാൻ സീനിയറായിട്ട് പോയി കഴിഞ്ഞാൽ ഇനി അവർ ഇൻ്റർവ്യൂ പോലും ക്രാക്ക് ചെയ്തില്ല. അപ്പം ഞാൻ ആ റിക്രൂട്ടറിനോട് പറഞ്ഞു, നോ, ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ക്വാളിഫൈഡ്. അല്ല, എല്ലാ ദിവസം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. അപ്ലൈ ചെയ്തതിന് കുഴപ്പമുണ്ടോ? നമ്മൾ അപ്ലൈ ചെയ്തതിന് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് റിജക്ഷനിൽ ഇനി ഒരു റിജക്ഷൻ കൂടെ താങ്ങാനുള്ള സിറ്റുവേഷൻ അല്ല ഞാൻ, ശക്തിയില്ല എനിക്ക്. അപ്പം ഞാൻ പുള്ളിക്കാരി പിന്നെ എന്നോട് അങ്ങ് പുഷ് ചെയ്യുക, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. അങ്ങനെ പുള്ളിക്കാരുടെ നിർബന്ധം മാത്രം ഞാൻ എൻ്റെ റെസ്യൂമെ അപ്ലൈ ചെയ്യാൻ പോകും. പുള്ളിക്കാരി എന്നെ അത് അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം എനിക്ക് കോൾ വരികയാണ്, ഇൻ്റർവ്യൂവിന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് വലിയ റിപ്പീറ്റഡ് കമ്പനിയാണ് ഡാളസിലെ. ഞാൻ ചെന്ന് കഴിയുമ്പം ഒരു 25 നിലയുള്ള വലിയ ബിൽഡിങ്ങിൻ്റെ മേലുള്ള അവിടെ 2 ഫ്ലോർ അവരുടെ തന്നെയാണ്. 2,000 എംപ്ലോയീസ് അവിടെ ഉണ്ട്. എന്നൊക്കെ അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിറച്ച് IT-കാരും ഒത്തിരി സ്ക്രീൻസും അപ്പം കണ്ടപ്പോഴെനിക്ക് ഒരു പേടിയായി. പിന്നെ ഞാൻ ഇൻ്റർവ്യൂ ചെല്ലുന്ന വലിയൊരു സായിപ്പിൻ്റെ പുള്ളിക്ക് 5-6 സ്ക്രീനും വലിയ വൈറ്റ് ബോർഡും. അപ്പം പുള്ളി പറഞ്ഞു, ആർ യു റെഡി ഫോർ ദ ഇൻ്റർവ്യൂ? ഐ എം ഗോയിങ് ടു കണ്ടക്ട് എ ടെക്നിക്കൽ ഇൻ്റർവ്യൂ വിത്ത് യു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ ഉടനെ ചെന്ന് പറഞ്ഞു, സാറേ, എനിക്ക് അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഞാൻ റിക്രൂട്ടറുടെ ഈ വിഷയം പറഞ്ഞായിരുന്നു. ദെൻ ഷി ഡിഡ്ന്റ് ടെൽ മീ എനിത്തിങ്. നിങ്ങൾക്ക് അറിയാലോ ഇത് സീനിയർ ലെവൽ പൊസിഷനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഇല്ല, പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജൂനിയർ ലെവലിൽ എനിക്ക് താല്പര്യമുണ്ട്, അതിന് വല്ല അവസരം ഉണ്ടോ എന്ന് ചോദിച്ചു. ഓ നോ 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 സോറി, ഗോ ആൻഡ് ടോക്ക് ടു ദാറ്റ് ഗായ്. വേറൊരു വ്യക്തിയോട് എന്നോട് പറഞ്ഞു വിട്ടു. അതൊരു പാകിസ്ഥാനിയായിരുന്നു. ദൈവം ചില വ്യക്തികളെ ഉപയോഗിക്കുന്നു പറഞ്ഞത്. എന്നെ ആ സമയത്ത് വെച്ച് ഒരു പാകിസ്ഥാനി, ഒരു മുസ്ലിമായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഇൻ്റർവ്യൂ വന്നതാണ്. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്കിത് ചെയ്യാനുള്ള താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കൊരു അവസരം തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ടു യു. ഓക്കെ, പുള്ളി പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ലെറ്റ് മീ ടോക്ക് ടു മൈ ബോസ് ആൻഡ് സീ ഇഫ് എനി പോസിബിലിറ്റീസ്. എന്തെങ്കിലും അവസരം ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, പറയാനൊക്കത്തില്ല. എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ അവസ്ഥയെ ഞാൻ പുള്ളിയോട് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ജോലി തരണമെന്നൊക്കെ പറഞ്ഞ് IT മേഖലയോട്ട് പോയതല്ലേ, എൻ്റെ ഒരു സ്വപ്നങ്ങളായിരുന്നല്ലോ, അതൊക്കെ പുള്ളിയോട് ഷെയർ ചെയ്തു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചെന്ന് പറയാം. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ റിക്രൂട്ടർ വിളിച്ച് പറഞ്ഞു, യു ആർ ഹയർഡ്. നോക്കുക, എനിക്കൊരു IT ഡിഗ്രി ഇല്ല, നിങ്ങൾക്കറിയാലോ, ഞാൻ CVTRൽ എനിക്ക് ആ മാത്രമേ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്കുള്ളൂ. പക്ഷേ ഞാൻ ജോലി ചെയ്തത് അന്നത്തെ ക്വാളിഫൈഡ് ആയിട്ട് മാസ്റ്റേഴ്സ് ഉള്ള IT ഡിഗ്രി ഉള്ള അവരുടെ അതേ സാലറി വാങ്ങിച്ച് എനിക്ക് അവിടെ പ്ലേസ്മെൻറ്റ് കിട്ടി. പിന്നെ ഇതൊരു സത്യത്തിൽ ദൈവം എത്ര വലിയവനാണ്. അതെ, ഒരു ഫൂളിഷ് തിങ്സിനെ ദൈവം എന്ത് ചെയ്യുക, ഉന്നതന്മാരോടുകൂടെ ഇരുത്തും. അല്ലേ, അതിന് നമ്മൾ പറയുന്നത് അല്ലേ? അല്ലെ, ഉന്നതന്മാരോടുകൂടെ ഇരുത്തും. തള്ളപ്പെട്ടതിനെ ഉയർത്തി മാനിക്കും. പക്ഷെ റിയലി അതൊരു ഇതുപോലെ ഒത്തിരി പേര് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൽ വിശ്വസിച്ച് ക്വാളിഫൈഡ് അല്ല, പക്ഷേ ദൈവം കൊണ്ടുപോയിരുത്തുന്ന, ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു അത്ഭുതം. അതാണ് ഇവരുടെ ലൈഫിൽ അല്ലേ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ആദ്യം എൻ്റെ രാജ്യം നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നമ്മുടെ ഗ്യാപ്സ് എല്ലാം എന്ത് ചെയ്യുന്ന കർത്താവ് നമുക്ക് ഫില്ല് ചെയ്യണം. ദൈവം ചില ദൈവ വ്യക്തികളെ നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. നമ്മളെക്കാളും എത്രയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇന്റർവ്യൂവിന് നിൽക്കുക. പക്ഷേ ഈ IT ഫീൽഡുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്ന എൽദോയെ അവിടെ പ്ലേസ് ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനായിരുന്നു. ജോസഫിനെ
പ്രൈം മിനിസ്റ്റർ ആക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. അപ്പോൾ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന വ്യക്തികളെ അത് ക്വാളിഫിക്കേഷൻ അല്ല, കഴിവല്ല, നമ്മുടെ ഒരു എലിജിബിലിറ്റിയും അല്ല, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പ്ലാൻ. പക്ഷേ ഞാൻ നമുക്ക് പലരും കേട്ടോ ഒത്തിരി ദൈവത്തിലെ അറിയുന്ന പോലും ഞങ്ങൾക്കത് കിട്ടൂ, ഞങ്ങൾക്കത് ആ പൊസിഷൻ ആകാം, ഒരു സ്വപ്നം കാണാൻ പോലും ചിന്തിക്കാതിരിക്കുന്ന അനേകർക്കുള്ള ഒരു മെസ്സേജാണ്. മുമ്പേ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. ആ കർത്താവാണ് ആശ്രയമെങ്കിൽ നമ്മൾ എവിടെ എത്തണമെന്ന് നിശ്ചയിക്കുന്നത് ദൈവമാണ്. ദൈവം നിശ്ചയമായിട്ടും അത് ചെയ്യും. അതിൽ എൽദോസിൻ്റെ ലൈഫിലെ ഈ ടെസ്റ്റിമണി ഒരു സിമ്പിൾ സംഭവമല്ല. ഇത് അനേക യങ്സ്റ്റേഴ്സിന് പരാജയപ്പെട്ട് കിടക്കുന്ന +2 പരാജയപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം കേരളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് അമേരിക്കയിൽ കൊണ്ടുവന്ന് അമേരിക്കയിലെ ഒരു ഏറ്റവും ടോപ്പ് ലെവലിലുള്ള അനേകർ സ്വപ്നം കാണുന്ന പൊസിഷനിൽ ഇരുത്തുക എന്ന് പറഞ്ഞത് നിസ്സാര കാര്യമാണ്. ഞാൻ ആദ്യം ചേർന്നപ്പോൾ കോൺട്രാക്ടഡ് പൊസിഷൻ ആയിരുന്നു. ദൈവം എനിക്ക് ചില പ്രൊമോഷൻസ് ഒക്കെ തന്നു, വേറെ ലെവലിലോട്ട് ദൈവം എന്നെ കൊണ്ടുവന്നു. പക്ഷേ ഇന്നും എനിക്കൊരു IT ഡിഗ്രി എനിക്കില്ല. ചില സർട്ടിഫിക്കേഷൻസ് ഒക്കെ പിന്നെ ഞാൻ എടുത്തതിന് ശേഷം, ചേർന്നതിന് ശേഷം എടുത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവം എനിക്ക് ഉയർത്തി, ആദ്യം പറഞ്ഞ പോലെ ഉന്നതന്മാരുടെ കൂടെ അവരെക്കാളും കൂടുതൽ സാലറി വാങ്ങിച്ച് ദൈവം ഇപ്പം അവസരങ്ങൾ ദൈവം നൽകി. എൻ്റെ വൈഫ് ഒരു ഇതുപോലെ എപ്പോഴും പറയും. എൻ്റെ വൈഫ് ഒരു പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ വൈഫിൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ഫ്രണ്ടിനൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ആ ഇൻ്റർവ്യൂവിന് കൂടെ വരാമോ എന്ന് ചോദിച്ചു. അവിടെ ചെന്നപ്പോൾ ഫ്രണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ചോദിച്ചു, ഇവിടെ ഫ്രണ്ട് ഡെസ്കിലിരിക്കുന്ന വ്യക്തി ചോദിച്ചു, വൈ ക്യാൻ ഡു യു അറ്റൻഡ് ദാറ്റ് ഇൻ്റർവ്യൂ? അപ്പോൾ വൈഫ് പറഞ്ഞു, ഐ ആം നോട്ട് ക്വാളിഫൈഡ്. നോ, ജസ്റ്റ് യു ട്രൈ. പക്ഷേ ആ പുള്ളിക്കാരിയെ വിളിച്ചുകൊണ്ട് പോയി പുള്ളിക്കാരിയെ റിജക്റ്റായി. എൻ്റെ വൈഫ് അപ്പോയിൻറ്റഡ്. അപ്പോൾ അതാണ് അവിടുത്തെ സ്റ്റാർട്ടിങ്, വൈഫിൻ്റെ ഈ IT ഫീൽഡിലേക്കുള്ള സ്റ്റാർട്ട്. അപ്പോൾ കാരണം വൈഫ് വിശ്വാസത്തിലേക്ക് വന്ന് യാതൊരു സാധ്യതകളും ഇല്ല, അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ദൈവം ആഗ്രഹിച്ചത് കണ്ടോ, ദൈവം ഒഴുക്കുന്ന വഴി ഉറങ്ങിക്കിടന്ന വൈഫിനെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് വാ എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിന്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ എല്ലാം റീസൺ എന്താണെന്നറിയോ? എൻ്റെ പിതാവ് കൊടുത്ത ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച പുസ്തകവുമായിട്ട് ഇറങ്ങിയതിന്റെ നന്മയാണ്. ഡെഫിനറ്റ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ഇപ്പൊ എന്തോ പ്രാർത്ഥിച്ചതാണെന്നും അല്ലേ, ഞാൻ പ്രാർത്ഥിച്ചോ അല്ല, ദൈവം ആ ഡിസിഷനെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിനകത്ത് സ്ട്രൈക്ക് ചെയ്ത് ഭയങ്കര ഒരു സംഭവം. പലരും കർത്താവിന് വേണ്ടി ഇറങ്ങാനും തീരുമാനമെടുക്കാനൊക്കെ മടിച്ചിരിക്കുന്ന സമയത്ത് അന്ന് ആ ഞെരുക്കത്തിൻ്റെ അനുഭവത്തിൽ ആ അപ്പൻ എടുത്ത തീരുമാനം, ആ ബ്ലെസ്സിങ്ങാണ് ദൈവം അന്ന് കുറിച്ചിട്ടു. നിൻ്റെ തലമുറകളെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അവൻ്റെ തലമുറകളെയും ഞാൻ അനുഗ്രഹിക്കും. അവർ നന്മ കണ്ട് തൃപ്തി പ്രാപിക്കും. യഹോവ ഭക്തൻ അവൻ്റെ തലമുറകളുടെ നന്മ കണ്ട് തൃപ്തി പ്രാപിക്കും. ഇപ്പം റിയലി ഇത് ദൈവത്തിൻ്റെ മകൻ്റെ കുടുംബത്തിലെ നന്മകളെ കണ്ട് അപ്പൻ തൃപ്തി പ്രാപിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവം അവർക്ക് അങ്ങനെ ഒരു അവസരം കൊടുത്തു. ഇപ്പം പിന്നെ എൻ്റെ ലൈഫിൽ എന്നെ കൊടുക്കുവാൻ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. ഞങ്ങളുടെ ഞെരുക്കങ്ങളുടെ സമയത്ത്, ഞങ്ങൾക്ക് ഇല്ലായ്മയുടെ സമയത്ത്, എൻ്റെ ഫാദർ ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ സർവൈവ് ചെയ്തത് ഒരു പശുവിൻ്റെ വീട്ടിലൊരു പശു ഉണ്ടായിരുന്നു. അതിൻ്റെ പാല് കടയിൽ വിറ്റിട്ട് അതിൻ്റെ ദശാംശം എടുത്ത് എൻ്റെ മദർ മിനിസ്ട്രിക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. അത് തുടത്തില്ലായിരുന്നു. അത് പിന്നെ എൻ്റെ ഫാദർ പാസ്സായതിനു ശേഷം ഞങ്ങൾക്ക് കൂടി ചുവന്നൊരു ബാഗ് ഉണ്ടായിരുന്നു. ആ ചുവന്ന ബാഗിനകത്ത് എല്ലാത്തിൻ്റെയും ദശാംശം വയ്ക്കുന്ന ഒരു ബാഗായിരുന്നു. അപ്പം അന്ന് ഞാൻ അങ്ങനെ കണ്ടു വളർന്നിട്ടുണ്ട്, മിനിസ്ട്രിക്ക് വേണ്ടി കൊടുക്കുന്നത് അല്ലെങ്കിൽ ദേവദാസന്മാരെ സൽക്കരിക്കുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു അനുഭവമായിരുന്നു. ഇപ്പം ദൈവം നമുക്ക് നന്മ വന്നപ്പോഴും ഞാനും എന്നാൽ പറ്റാവുന്ന രീതിയിൽ ഞാനും ചെയ്യാറുണ്ട്. അതാ ഇല്ലായ്മയിൽ വിതയ്ക്കുന്നതിൻ്റെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ദൈവം അത് കൊയ്യാൻ ഒരു സീസൺ. അപ്പോൾ ആ ഇല്ലായ്മയിൽ പല ആൾക്കാരുടെയും പ്രശ്നം എന്താണെന്നറിയോ, നമുക്കൊരു നന്മ ഉണ്ടാകട്ടെ അപ്പോൾ ദൈവരാജ്യത്തിന് കൊടുക്കാൻ.
അപ്പോൾ ഇതിനകത്ത് പറഞ്ഞില്ലേ, നിങ്ങളുടെ പശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ തുച്ഛമായ വരുമാനം, ഒരുപക്ഷെ മാറ്റിവെച്ച സ്തോത്രക്കാഴ്ച അല്ലെങ്കിൽ ആ ഓഹരി ഒരു നിങ്ങൾ പട്ടിണി കിടന്നപ്പോൾ പോലും അതെടുത്ത് കാണില്ല, അല്ലേ? അപ്പോൾ അതൊക്കെയാണ് അത് ഈ ഫിനാൻഷ്യലി നമ്മൾ ആൾക്കാരെ നോക്കിയിട്ട് അവരനുഗ്രഹിക്കപ്പെട്ടു, ഇവരനുഗ്രഹിക്കപ്പെട്ടു. അവരുടെ പഴയ ചരിത്രം, അവർ കടന്നുപോയ സ്ട്രഗിളിൽ വിധവയുടെ വെള്ളിക്കാശിൽ ദൈവം പ്രസാദിച്ചു. അപ്പോൾ ഇല്ലായ്മയിൽ വിതയ്ക്കുന്നവരെ ആണ് റിയലി ദൈവം ബ്ലെസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നം ഇതാണ്, നമ്മൾ എപ്പോഴും കർത്താവ് എനിക്ക് ജോലി കിട്ടിയാൽ, എനിക്ക് വരുമാനം വന്നാൽ, പക്ഷേ അങ്ങനെയുള്ളവരൊന്നും അല്ല അനുഗ്രഹിക്കപ്പെടുന്നത്. നമുക്ക് ഉള്ളതിൽ നിന്ന് നമ്മൾ പലപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിമർശിക്കും, പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് വിതച്ചതിൻ്റെ അത് കൊയ്യും. കൊയ്ത് നമ്മളിപ്പോൾ എൽദോസ് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പലരും അവൻ ഭയങ്കര സംഭവമായി എന്ന് പറയും. നമ്മൾ ഈ എൽദോ കിടന്ന പട്ടിണി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എൽദോയുടെ അപ്പനും അമ്മയും അനുഭവിച്ച സ്ട്രഗിൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങൾ ആരും കണ്ടിട്ടില്ല. ഇന്ന് നോക്കുമ്പോൾ അവൻ ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടു. ഈ അനുഗ്രഹിക്കപ്പെടാനുള്ള റീസൺ ആയിരുന്നു ഇല്ലായ്മയിൽ വിതച്ചത്. പിന്നെ വേറൊരു കാര്യം, ദൈവം ചിലരെ ചില സ്ഥലങ്ങളിൽ ആക്കിയിരിക്കുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, അത് അവരുടെ സമൂഹത്തിൻ്റെയും അവരുടെ കമ്മ്യൂണിറ്റിക്കും അവരുടെ കുടുംബത്തിൻ്റെയും കൂടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ദൈവം എന്നെ അയച്ചത് എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, എന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെയും നന്മ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് മാത്രമല്ല, ദൈവം എന്നെ ഇവിടെ വിട്ടുന്ന വലിയൊരു പർപ്പസുണ്ട്, അല്ലെങ്കിൽ ദൈവം എന്നെ ആക്കിയതിന് വലിയ പർപ്പസുണ്ട്. അത് എന്നോട് ചേർന്ന് നിൽക്കുന്നതായ ഒരു സമൂഹം, ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കുടുംബ പശ്ചാത്തലം, അവരെല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ജോസഫിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് ജോസഫിൻ്റെ ബ്ലെസ്സിങ് മാത്രമല്ല, ജോസഫിൻ്റെ എൻ്റെ ഫാമിലി ഇവിടെ കിടക്കുക, സ്ട്രഗിളിൻ്റെ അകത്ത് കിടക്കുക. യാക്കോബിനെ ദൈവം ഉയർത്തണം, യാക്കോബിനോടുള്ള വാഗ്ദത്തം നിവർത്തിക്കണം, ആ 12 ഗോത്രങ്ങളെ ദൈവം സെറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വലിയൊരു മൂവിന് വേണ്ടി ദൈവത്തെ ഒരുക്കണം, അവരെ ഗോശാനിലേക്ക് കൊണ്ടുവന്ന് അവിടെ സെറ്റിൽ ചെയ്യിപ്പിക്കുക ജോസഫ്. അപ്പോൾ ജോസഫിനെ എന്നതുപോലെയാണ് ദൈവം ചില കുടുംബങ്ങളിൽ നിന്ന് ചിലരെ ദൈവം പർപ്പസ്ഫുള്ളി കണ്ട് വിളിച്ചു വേർതിരിച്ച് തിരഞ്ഞെടുത്ത് അവരെ ഉയർത്തുമ്പോൾ അതിൻ്റെ പുറകിൽ അവർക്കുണ്ട് ബ്ലെസ്സിങ് മാത്രമല്ല, അവരുടെ എൻ്റെ ഫാമിലിയെയും കുടുംബക്കാരെയും അനേകർ അവരിലൂടെ വലിയൊരു ബ്ലെസ്സിങ്. അതെ, തീർച്ചയായിട്ടും. എൽദോയെ ദൈവം സ്വർഗത്തിൽ ദൈവം ഈ അമേരിക്കയിൽ കൊണ്ടുവന്ന് ദൈവം ഇന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെതെന്ന് പറഞ്ഞാൽ അനേകർക്കൊരു ബ്ലെസ്സിങ്. തീർച്ചയായിട്ടും എന്നാലാവുന്ന രീതിയിൽ ഞാനും അതിന് ശ്രമിക്കാറുണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ ഞാനൊരു ഫുൾ ടൈം ഒരു പാസ്റ്റർ അല്ലെങ്കിലും ദൈവം നമുക്ക് there are lot of areas, ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് മിനിസ്റ്റർ ചെയ്യാം, ഒത്തിരി മേഖലകൾ നമുക്ക് മിനിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്കിപ്പം ഫുൾ ടൈം പാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചു, ഞാനൊരു ഫുൾ ടൈം പാസ്റ്റർ അല്ലെങ്കിൽ പോലും എന്നാലാവുന്ന രീതിയിലെല്ലാം പല രീതിയിലും ഞാൻ ചർച്ചുമായിട്ടും മെട്രോ ചർച്ചുമായിട്ടും ചാപ്ലൈനായിട്ടും ഞാനിപ്പോഴും ചാപ്ലൈനായിട്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ PR-നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഒത്തിരി മിനിസ്ട്രികളുമായിട്ടും എൻ്റെ നാട്ടിലെ മിനിസ്ട്രിയും പല മിനിസ്ട്രീസിനും ദിവസം ബ്ലെസ്സിങ് ആണെന്ന് എനിക്കറിയാം. ചാപ്ലൈനായിട്ടും വർക്ക് ചെയ്യുമല്ലോ, IT വർക്കും പാർട്ട് ടൈം ആയിട്ട് ജോബും ചാപ്ലൈനായിട്ടും ചർച്ചിലെ മിനിസ്ട്രീസും ഒക്കെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ചാപ്ലൈനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളെ ഒരു ആട്ടൊക്കെ അപ്രോച്ച് ചെയ്യുന്ന എനി എക്സ്പീരിയൻസ്? ഞാൻ ഒരു എക്സ്പീരിയൻസ് പറയാം, എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ പണ്ട് ചാപ്ലനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഒരു ചാപ്ലനായിരുന്നു. അപ്പം ഇവിടെ ഷിജുവിന് അറിയുമെന്ന് അറിയത്തില്ല, KKK എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട് ഇവിടെ. അവർ വെച്ചാൽ റേസിസ്റ്റാണ്, ഒരു വൈറ്റ് സുപ്രീമിസ്റ്റാണ്. അവർ നമ്മളോടൊന്നും അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ. അവർ പ്രത്യേകിച്ച് വൈറ്റ് സുപ്രീമസി ആയിട്ടുള്ള ചിന്ത ഉള്ള ആൾക്കാരാണ്. അപ്പം നമ്മളടുത്ത് പോയി കഴിയുമ്പോൾ അവർ നമ്മളെ ഹെയ്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു KKK പേഷ്യൻ്റായിരുന്നു. അപ്പം അദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണുവാനായിട്ട് റൂമിൽ ചെന്ന വഴി എന്നോട് പറഞ്ഞു, "Get out of my room." എന്നോട് ഷൗട്ട് ചെയ്തു. ഞാൻ ആദ്യം ഒന്ന് ഷോക്കായി. അപ്പോൾ എന്നോട് ഒരു നേഴ്സ് പറഞ്ഞു, "Be careful." അപ്പോൾ അദ്ദേഹം KKK ആണ്. അപ്പോൾ എനിക്കറിയത്തില്ല എന്താ KKK എന്നുള്ളത്. അന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പം ഞാൻ എനി ടൈം ഞാൻ ആ റൂമിൽ വരുന്ന അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടും, ഇവിടെ കയറില്ല, എന്നോട് ഷൗട്ട് ചെയ്യാൻ നടന്നു. അപ്പോൾ എൻ്റെ മനസ്സിലാഗ്രഹം അദ്ദേഹത്തെ എങ്ങനെയും ഒന്ന് മനസ്സിലാവണം, അയാളത്തെ റീച്ച് ഔട്ട് ചെയ്യണം എന്നുള്ളത്. എവറി ടൈം ഞാൻ അവിടെ വരുമ്പം ഐ ഗോ ടു ഹിസ് റൂം. ഞാനൊരു പേര് ഉപയോഗിക്കാം, ജോൺ എന്ന് പറയാം. "ഹേ ജോൺ" എന്ന് പറയും.
അദ്ദേഹം ചിലപ്പോൾ ഷൂ ഒക്കെ എടുത്ത് ഇങ്ങനെ എറിയാൻ വേണ്ടിയൊക്കെ കാണിക്കും. ഞാനതിന് പല സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ആ റൂമിൽ ചെന്ന് അദ്ദേഹത്തോട് ഇങ്ങനെ വിഷ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, വാട്സാപ്പ് എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പറ്റി എന്നുള്ളത്. എനിക്ക് തോന്നി പെട്ടെന്ന് സാധാരണ പുള്ളി എന്നെ ഹേറ്റ് ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാനെന്ന് പറഞ്ഞു, ക്യാൻ ഐ കമൻ എന്ന് ചോദിച്ചപ്പം കമൻ എന്ന് പറഞ്ഞു. എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം പുള്ളി എന്താ ചെയ്യുമ്പോൾ അറിയത്തില്ലോ. അപ്പം ഞാനൊരു നേഴ്സിനോട് പറഞ്ഞു, ജസ്റ്റ് വാച്ച് മീ. ഞാൻ അവിടെ ചെന്നു. എന്നോട് എൻ്റെ പേരെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പേര് എൽദോസ് എന്നാണ്. നീ ആരാന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു ഞാനൊരു ചാപ്ലനാണ്. ഞാൻ പറഞ്ഞു ഐ ക്യാൻ ടെൽ യു ജീസസ് ലവ്സ് യു. റിയലി? ഓക്കെ. പക്ഷെ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബോണ്ട്. ഓക്കെ. അപ്പോൾ ആൾക്കാർക്ക് സർപ്രൈസായി. കാരണം ഒരു വ്യക്തിയും പുള്ളി അങ്ങനെ അംഗീകരിക്കത്തില്ല. ഒന്നാമത് കേൾക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബോണ്ടായി. സോ ഐ ടേക്ക് ഹിം ഔട്ട്. ഞാൻ അവിടെ വരുമ്പോൾ പുള്ളിയുടെ അവിടെ നിന്ന് ഞാൻ റൂമിൽ നിന്ന് പുള്ളിയെ പിക്ക് ചെയ്തിട്ട് പുറത്തൊക്കെ പോയിരിക്കും. പുള്ളിയായിട്ടോട് സമയം ചിലവഴിക്കും. സോ ഹി ടോൾഡ് മീ ലോട്ട് ഓഫ് സ്റ്റോറീസ്. പുള്ളിയുടെ ലൈഫിലെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ തമ്മിൽ വലിയൊരു ബോണ്ടായി. പിന്നെ ഞാൻ വരുമ്പോൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പുള്ളി കൊണ്ട് കൊടുക്കും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. അങ്ങനെ ഞാൻ പുള്ളിയുടെ വലിയ ബോണ്ടായി, വലിയ ഫ്രണ്ടായി. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സമയം ഏറ്റവും അടുത്ത് എന്നോടൊരു കാര്യം ചോദിച്ചു, ചാപ്ലൻ എൽദോസ്, ക്യാൻ യു ഡു മൈ ഫ്യൂണറൽ? എന്നെ റൂമിൽ കയറ്റാത്ത ജോണാണ് എന്നോട് പറയുന്നത്, ക്യാൻ യു ഡു മൈ ഫ്യൂണറൽ? അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം അദ്ദേഹം മരിച്ചുപോയി. ആ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വില്ലിനകത്ത് അദ്ദേഹം എഴുതി വെച്ചു, ചാപ്ലൻ എന്നെ ജോയ് എന്ന് വിളിച്ചത്, എൽദോസ് എന്നല്ല, ചാപ്ലൻ ജോയ് വിൽ ഡു മൈ ഫ്യൂണറൽ. അങ്ങനെ എനിക്കൊരു കോൾ വരികയാണ്. അവരുടെ ഫാമിലി വിളിക്കുകയാണ് അദ്ദേഹം മരിച്ചതിന് ശേഷം. ക്യാൻ യു കം ആൻഡ് ഡു മൈ ഡാഡ്സ് ഫ്യൂണറൽ? അങ്ങനെ ഞാൻ അവിടെ അവരുടെ ഫ്യൂണറൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ ഞാൻ നടത്തി. ഞാൻ ചെറിയൊരു മെസ്സേജ് എല്ലാം കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ജീസസ് ലവ്സ് യു എന്ന് പറഞ്ഞ ആ ഒരു വാക്കിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ കയ്പ്, അദ്ദേഹം യോഗത്തിൽ നിന്ന് മാറിപ്പോകുന്നതിന് മുമ്പ് തന്നെ കർത്താവിന് മുമ്പിൽ തൻ്റെ പാവങ്ങളൊക്കെ ക്ഷമ ചോദിച്ച് ഒരു ദൈവ പൈതലായി ദൈവത്തിന് വേണ്ടി കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ആ വ്യക്തിയുടെ ഫ്യൂണറൽ ജീവൻ എനിക്കുള്ള അവസരം ദൈവം എനിക്ക് നൽകി തന്നു. അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് നമുക്ക് ചാപ്ലൻസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരാളെ ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടക്കുക. അദ്ദേഹത്തിന് എന്നോട് പറയാം, എനിക്കിപ്പോൾ സ്ഥാനപ്പെടണം. ഞാൻ അദ്ദേഹത്തെ വെള്ളത്തിലിറക്കി കഴിഞ്ഞാൽ അവസാനം ഞാൻ ജയിലിൽ പോകും, കാരണം എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് രാത്രി 2 മണിക്കാണ് വിളിക്കുന്നത്. ഞാൻ പെട്ടെന്ന് അവിടെ ചെന്നു, ഒരു കപ്പിനകത്ത് കുറച്ച് വെള്ളം എടുത്തു, അദ്ദേഹത്തിൻ്റെ തലയിൽ ഞാൻ ഒഴിച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിനെ സ്ഥാനപ്പെടുത്തി. ഞാൻ വീട്ടിൽ എത്തി കഴിഞ്ഞപ്പം എനിക്ക് കോൾ വരികയാണ്, ഹീസ് ഗോൺ. പക്ഷെ അങ്ങനെ ചില നല്ല എക്സ്പീരിയൻസ് എനിക്ക് ചാപ്ലൻസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. എൽദോസിൻ്റെ ലൈഫിൻ്റെ വളരെ നീണ്ട ഒരു ജീവിത ചരിത്രത്തിനകത്ത് ഒത്തിരി പേരുടെ ലൈഫിനെ സ്പർശിക്കുന്ന ഒത്തിരി അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ ലോകത്തോട്, അല്ലെങ്കിൽ യൗവനക്കാരോട്, കർത്താവിൻ്റെ വേലക്കാരോട് ഇറങ്ങുന്ന, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് തളർന്നു നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരോട് എൽദോയ്ക്ക് എന്തുവാണ് പറയാനുള്ളത്? എനിക്ക് പാസ്റ്റർ ഷിജുവിൻ്റെ എക്സ്പീരിയൻസ് തന്നെ പറയാനുള്ളത്. അവിടെ വന്നു കഴിഞ്ഞപ്പം പാസ്റ്റർ ഷിജു ആക്ച്വലി ആരും അറിയപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു, അല്ലേ? നമ്മൾ അവിടെ വലിയ പേരുള്ള വ്യക്തികളുണ്ടായിരുന്നു, കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതിലൊന്നും എൻ്റെയും ഷിജുവിൻ്റെയും പേരൊന്നും ഒരിക്കലും കാണാൻ ഇല്ലായിരുന്നു. പക്ഷെ ദൈവം ആ ഷിജുവിനെ എടുത്ത് ഉപയോഗിച്ചതുപോലെ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയുമോ? അപ്പം എന്നെയും എൻ്റെ ജീവിതത്തിലെ എനിക്കുള്ള നഷ്ടങ്ങൾ ദൈവം മാറ്റിയെടുത്ത് എന്നെ ദൈവം ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവന്നു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. പാസ്റ്റർ ഷിജുവിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കാം. ആ ദൈവം എടുത്ത് വളരെ ശക്തമായി ഇന്ന് തിരുവനന്തപുരം പട്ടണത്തിൽ വലിയൊരു ചർച്ചിൻ്റെ പാസ്റ്ററാക്കി അദ്ദേഹത്തെ മാറ്റിയെടുത്തു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ആരെയും ഒരിക്കലും ചെറുതായി കാണരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെറിയ ആരുമില്ല, അല്ലേ? ദൈവം, ബൈബിളിൽ വാക്യമില്ലേ, ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിൽ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. എനിക്ക് അതാണ് പറയാനുള്ളത്. നമ്മൾ ചിന്തിക്കും, ഞാനൊരു ഭോഷനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, എനിക്ക് അറിവില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സാധ്യതകളില്ല എന്ന് നമ്മളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ സ്വർഗത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് കാണുന്നത്, ഞാൻ നിന്നെ ആരാക്കും, വാലല്ല തലയാക്കും എന്നാണ് പറയുന്നത്, അല്ലേ? നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹിസ്റ്ററി ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മുടെ ഫ്യൂച്ചർ
എഴുതുന്ന ആരാ? ദൈവമാണ്. ദൈവമാണ് എഴുതുന്നത്. യെസ്. ഒന്നുമില്ലാതിരുന്ന പാസ്റ്റർ ഷിജുവിനെ തകർന്നു പോയ ഒരു അവസ്ഥയിൽ നിന്ന് യെസ്. ദൈവം ഇന്ന് വലിയൊരു മാന്യതയുള്ള ഒരു സ്ഥാനത്തോട് ദൈവം കൊണ്ടുവന്നു അല്ലേ? തീർച്ചയായും. അതുപോലെ എൻ്റെ ലൈഫിലാണെങ്കിലും ഞാനും തകർന്നു പോയി എന്ന് ചിന്തിച്ച ഒരു സമയമുണ്ടായിരുന്നു. എനിക്ക് എന്നെക്കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് ഞാൻ തന്നെ വിധി കൽപ്പിച്ച് ഈ ലോകത്തിൽ ജീവിച്ച വ്യക്തിയാണ്. പക്ഷെ ദൈവം ആ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ മാറ്റി ദൈവം വേറൊരു അവസ്ഥയിലൂടെ ദൈവം കൊണ്ടുവന്നു. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് അവർ ഗാഡ്. നമ്മുടെ ദൈവം മഹാനാണ്. അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. നീ ഏത് അവസ്ഥയിലായിരുന്നാൽ പോലും, ഏത് സാഹചര്യങ്ങളിലായിരുന്നാൽ പോലും ദൈവം നമ്മളോട് കരുണ കാണിച്ചാൽ ദൈവം ഗോഡ് വിൽ ബ്രിങ് ഫേവർ ഇൻ യുവർ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി ഫേവേഴ്സ് ദൈവം നൽകി തന്നു. ഞാൻ അറിയാത്തതായ മേഖലകളിൽ ദൈവം എന്നെ കൊണ്ടിരുത്തി. ഇപ്പോൾ ഇരിക്കുന്ന ചെയർ പോലും ദൈവം തന്ന ചെയറാണ് അല്ലേ? എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന വ്യക്തികൾ പോലും ദൈവം കൊണ്ടുവന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ലേ, നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യില്ല, ഒരു കയ്പിൻ്റെ അനുഭവം നമ്മൾ ഒരിക്കലും കൊണ്ടു കിടക്കല്ലേ. ദൈവത്തിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുക. ആ ദൈവം നമ്മളെ ഉയർത്തുവാൻ ശക്തനാണ്. അവൻ നമ്മളെ വഴി നടത്തുവാൻ അവൻ പ്രാപ്തനാണ് എന്നുള്ള ഒരു വാക്യം പറഞ്ഞുകൊണ്ട് നമുക്കിങ്ങനെ ഒരു അവസരം ദൈവം നൽകി തന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. നമുക്ക് 25 വർഷം നമുക്ക് കഴിഞ്ഞെങ്കിലും ആ സ്നേഹത്തിൽ നമുക്കൊന്നും കുറഞ്ഞു വന്നിട്ടില്ല. ഇന്ന് പാസ്റ്റർ ഷിജു ആണെങ്കിലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അന്നത്തെ ആ ഷിജു ആണ്. ദൈവം ഇത്രത്തോളം ദൈവം ഉയർത്തി, ദൈവം മാനിച്ചു. ദൈവം ഇനിയും ശക്തമായി കേരളത്തിനും അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തെയും ഇവിടെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്. നാം ഇതുവരെ കേട്ടത് ബ്രദർ എൽദോയുടെ ജീവിത അനുഭവങ്ങളാണ്. തൻ്റെ ജീവിതത്തിനകത്ത് നിരവധി അനേക മേഖലകളിലുള്ള വിഷയങ്ങളെ വിശ്വാസത്താൽ എങ്ങനെ മുമ്പോട്ട് പോകാം, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിനെ ദൈവം എങ്ങനെയാണ് നടത്തിത്തരുന്നത്, വിശ്വാസത്തിൻ്റെ ചുവട് വെച്ചപ്പോൾ പ്രിയ എൽദോയുടെ പിതാവ് എടുത്ത തീരുമാനം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനെടുത്ത തീരുമാനം, ഇല്ലായ്മയിൽ നിന്നെടുത്ത തീരുമാനത്തെ ദൈവം എങ്ങനെയാണ് മാനിച്ചത്. ഇങ്ങനെയുള്ള നിരവധി അനുഭവങ്ങൾ. ഒരു ജോലിക്കോ ഒരു സാധ്യതകളില്ല, വിദ്യാഭ്യാസത്തിൽ പരാജയമായിരുന്ന എൽദോ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചു. വീട്ടുകാരും അപ്പൻ പറഞ്ഞു, ജീവിതം ഇനി നിന്നിലുള്ള എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, നീ ഉണ്ടാകുന്നതിനേക്കാളും എനിക്ക് നല്ലത് ഞാൻ ഒരു പശുവിനെ മേടിച്ച് വളർത്തിയിരുന്നെങ്കിൽ എനിക്ക് പ്രയോജനകരമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പനും വീട്ടുകാരും എല്ലാം പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിതത്തെ സ്വർഗത്തിലെ ദൈവം തേടി വന്ന് ആ കർത്താവ് തൻ്റെ മകൻ്റെ ജീവിതത്തെ സ്പർശിച്ച് ആ സാധ്യതകളില്ലായിരുന്ന ഇടത്തു നിന്ന് തന്നെ പൊക്കിയെടുത്ത് ബൈബിൾ കോളേജിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ട്രെയിൻ ചെയ്ത് തൻ്റെ ലൈഫിനകത്ത് വലിയൊരു ടേണിംഗ് പോയിൻ്റ് പോലെ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് ഒരു ഗ്രേസ് എന്ന സഹോദരിയെ സ്വർഗത്തിലെ ദൈവം നൽകി. താൻ ആഗ്രഹിച്ചു, ഗ്രേസ് എന്ന പേര് വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഗ്രേസ് എന്ന വിശ്വാസിയായ വളരെ ശക്തമായ ദൈവത്തിൽ വിശ്വസിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യയെ ദൈവം നൽകി. 3 കുഞ്ഞുങ്ങളെ ദൈവം നൽകി. അവർ എൻ്റെ ഫാമിലിയായിട്ട് കർത്താവിൻ്റെ വേലയിൽ ഇന്ന് ഡാലസിൽ ആയിരിക്കുമ്പോൾ ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ ഇവിടുത്തെ ഡാലസിലെ ഒരു പ്രധാന ചർച്ചായിരിക്കുന്ന മെട്രോ ചർച്ചിൻ്റെ ആ ചർച്ചുമായി പാർട്ടായിട്ട് നിന്ന് അതിൻ്റെ ശുശ്രൂഷകളിലും മേഖലകളിലും ഒക്കെ അതിൻ്റെ ഭാഗമായി നിൽക്കുകയും തൻ്റെ സമ്പത്ത് കൊണ്ടും തൻ്റെ ആരോഗ്യം കൊണ്ടും തൻ്റെ കുടുംബം ആയിട്ട് അവർ കർത്താവിൻ്റെ വേലയിൽ അനേകർക്ക് ബ്ലെസ്സിങ്ങായി, നാട്ടിലുള്ള പല മിനിസ്ട്രികൾക്കും ബ്ലെസ്സിങ്ങായി ഒക്കെ ദൈവം ഇന്ന് ഉയർത്തി മാനിക്കുന്നു. ഇനിയും അധികമായി ധാരാളമായി എൽദോയും കുടുംബത്തെയും ദൈവം മാനിക്കട്ടെ. ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം 25 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് എൽദോയുടെ നന്മകൾ കാണുവാനും ദൈവം അനുഗ്രഹിച്ച ഉയർച്ചകളും അനുഭവങ്ങളും, ഒരുപക്ഷെ ഞാൻ ഇത്രത്തോളം ഡീപ്പായിട്ടുള്ള അനുഭവമൊന്നും അന്ന് കേട്ടിട്ടില്ലെങ്കിലും ഇന്ന് അതൊക്കെ കേൾക്കാനും ദൈവം എത്ര വിശ്വസ്തൻ, വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ അന്ത്യത്തോളം നടത്തുവാൻ ശക്തൻ, തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കി മാറ്റുന്ന ദൈവം. ഒരു ജോസഫിനെ ദൈവം തിരഞ്ഞെടുത്ത് പൊട്ടക്കിണറ്റിനകത്തു നിന്ന് പൊക്കിയെടുത്ത് ജോസഫിനെ ദൈവം ഉന്നതമായ അനുഭവത്തിലാക്കിയതുപോലെ ദൈവം ഈ ദേശത്തിൽ കൊണ്ടുവന്ന് മാനിച്ചുയർത്തി ഇനിയും ധാരാളമായി ദൈവം കുടുംബത്തെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും അത്ഭുത സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. അനേകർക്ക് ബ്ലെസ്സിങ് ആയിക്കട്ടെ.
ഈ മീഡിയയിലൂടെ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, ഈ എൽദോയുടെ അനുഭവം നമ്മൾ കേട്ടു. എത്ര തകർന്ന അനുഭവങ്ങൾക്കകത്തു നിന്ന ഒരു പിതാവ് തൻ്റെ പിതാവ് ഭവനത്തിൽ നിന്ന് വിട്ട് ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായി ജീവിച്ചിരിക്കുന്ന തുച്ഛമായ വരുമാനത്തിനകത്തു നിന്ന് ദൈവം വിളിച്ചപ്പോൾ ആ വരുമാനം പോലും വേണ്ടെന്ന് വെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി. തൻ്റെ മകനെ ദൈവം ഇന്ന് അമേരിക്കയിൽ കൊണ്ടുവന്ന് അനേകർക്ക് ബ്ലെസ്സിങ് ആക്കി. സ്വർഗത്തിന് ദൈവം മാറ്റി. ആ പിതാവിന് തൻ്റെ മകൻ്റെ നന്മകളെ കണ്ട് സന്തോഷിക്കുവാൻ, ആ മാതാവിൻ്റെ പ്രാർത്ഥന, ആ മാതാവിൻ്റെ വിശ്വാസം ഇല്ലായ്മയിൽ നിന്ന് ദൈവരാജ്യത്തിന് വിതയ്ക്കുവാനായി ആ മാതാവിൻ്റെ ഹൃദയത്തിൽ കൊടുത്ത ആ കാഴ്ചപ്പാടുകളെല്ലാം ഇന്ന് തൻ്റെ മകനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട് അനേകർക്ക് വേണ്ടി അനുഗ്രഹമായി തീരുവാൻ ദൈവം ഉപയോഗിക്കുന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ കണ്ട പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും ലഭിക്കും. കർത്താവിനെയാണ് നമ്മുടെ ലൈഫിനകത്ത് ഒന്നാമതായി കാണുന്ന, ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടിറങ്ങുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയും അതിന് പട്ടുപോകുകയില്ല. ഞങ്ങളുടെ ജീവിതത്തെ മാനിച്ച ദൈവം ഞങ്ങളെ ഹല്ലേലൂയ ഒരു യോഗ്യതയുമില്ല, പ്രതീക്ഷയില്ലാത്ത ഇടത്തു നിന്ന് ഞങ്ങളെ ഉയർത്തി മാനിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവത്തിന് നിങ്ങളെയും അനുഗ്രഹിക്കാൻ കഴിയും. നിങ്ങൾ ഡിപ്രഷൻ ആകരുത്. പരാജയങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം, അത് അവസാനമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കമായി തീരും. കർത്താവിനെ കരം പിടിച്ച് മുന്നേറുന്നുവെങ്കിൽ അവിടെ ജീവിതത്തെ മാറ്റിമറിച്ച് അനേകരുടെ മുമ്പിൽ മാനിക്കുന്ന അനുഭവത്തിൽ, അനേകർക്ക് ബ്ലെസ്സിങ് ആയി തീരുന്ന അനുഭവത്തിൽ ഈ സ്വർഗത്തിലെ ദൈവം നമ്മെ മാറ്റും. നിശ്ചയമായി ഈ ടെസ്റ്റ് മണി അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി മാനിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് എൽദോയും ഞങ്ങളുമായി ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ, ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്ന ഞങ്ങളുടെ ജീവിതത്തെ, ഒരുപക്ഷെ ഞങ്ങളുടെ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ചാർച്ചക്കാർക്കോ നാട്ടുകാർക്കോ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്കോ ഞങ്ങളായിരുന്ന ഇടങ്ങളിൽ ആർക്കും പ്രതീക്ഷയില്ലായിരുന്ന ഞങ്ങളുടെ ജീവിതത്തെ കർത്താവേ, ഹല്ലേലൂയ, അങ്ങ് ഞങ്ങളുടെ അകത്തൊരു പ്രതീക്ഷയിട്ട്, അങ്ങ് ഞങ്ങളുടെ സഹായം, അങ്ങ് ഞങ്ങളുടെ രക്ഷ, അങ്ങ് ഞങ്ങളുടെ സങ്കേതമായിരുന്നു കൊണ്ട് അവിടെ ഞങ്ങളുടെ ജീവിതത്തെ ഇത്രത്തോളം മാനിച്ചുവെങ്കിൽ, ഞങ്ങളെ കാണുന്ന ആരെങ്കിലും തകർന്നോ, വിദ്യാഭ്യാസത്തിൽ പരാജയപ്പെട്ടോ, വീട്ടുകാരാൽ തള്ളപ്പെട്ടോ, ആ ഏതെങ്കിലും ഡിപ്രഷൻ്റെ അകത്തോ, ജോലി മേഖലകളിൽ ഒരു ഉന്നതിയില്ലാതെയോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടോ ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തെ, ഈ കർത്താവിനെ നീ മുറുകെ പിടിക്കുന്നുവെങ്കിൽ, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില അത്ഭുതങ്ങൾ നിങ്ങളെ തേടി വരുവാൻ പോകുകയാണ്. ചില വിടുതലുകൾ സംഭവിക്കുവാൻ പോകുകയാണ്. ചില ഫോൺ കോളുകൾ വരുവാൻ പോകുകയാണ്. നിന്റെ ജീവിതം മാറുകയാണ്. ഇന്നുവരെ പിശാച് എഴുതിയ ചരിത്രമല്ല ഇനി നിന്റെ ജീവിതം. നിന്റെ ജീവിതം ക്രിസ്തു നിന്റെ ജീവിതത്തെ ഒരു ചരിത്രമാക്കി, അത്ഭുതമാക്കി മാറ്റുവാൻ പോകുന്നു. ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അസാധാരണ ദൈവപ്രവൃത്തികൾ ഇപ്പോൾ തന്നെ സംഭവിക്കുകയാണ്. ജീവിതത്തെ ഹല്ലേലൂയ ദൈവം പുഷ്ടിയുള്ളതാക്കി, അനുഗ്രഹമായി, ഉയർച്ചയാക്കി പരിശുദ്ധാത്മാവ് മാറ്റുവാൻ പോകുന്നു. ക്രിസ്തുവിൻ നാമത്തിൽ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും ഉയർച്ചകളാലും പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. Thank you so much. God bless you. Thank you, Pastor Shiju. Thank you. God bless you.